എൻ്റെ ഒരു വളരെ വ്യക്തിപരമായ ഒരു സന്തോഷം എന്ന് പറയുന്നത് പുസ്തകം വായിക്കുക. അത് ചിലതിൻ്റെ ഒന്നും ടൈറ്റിൽ പോലും നമുക്ക് ഏതാന്ന് പോലും അറിയത്തില്ല. കാരണം കയ്യിൽ കിട്ടുന്ന എല്ലാ പുസ്തകങ്ങളും വായിക്കും. സിനിമയിൽ പുസ്തകങ്ങളെ പറ്റി ഡിസ്കസ് ചെയ്യാൻ ആകപ്പാടെന്ന് പറഞ്ഞാൽ കമൽഹാസന് ഇഷ്ടമാണ് പുസ്തകങ്ങളെ പറ്റി പറയാൻ. ഒരു പാൻ പഞ്ചായത്ത് സിനിമ എന്നാണ് സംവിധായകൻ തന്നെ സിനിമയെ വിശേഷിപ്പിച്ചത്. സാർ സ്വന്തം തന്ത എത്തിയിട്ട് 3 ദിവസമായിട്ട് നായിക ദുഃഖിച്ചിരിക്കുന്നുണ്ടാ. ജഗദമ്മ എന്ന് പറയുന്ന ആൾക്കൂട്ടത്തിലും അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടും കാണുന്ന സാധാരണ സ്ത്രീ. ഈ പെണ്ണ് എന്തരോ പറഞ്ഞു എന്തരീന്ന് ചോദിച്ചിട്ട് നോക്കിയപ്പം എന്തരോ ഒരു സാധനം ഇങ്ങനെ അങ്ങ് പോയി. മമ്മൂട്ടിയുടെ സിനിമ അല്ലെങ്കിൽ മോഹൻലാലിന്റെ സിനിമ, സത്യനന്ദിക്കാടിന്റെ സിനിമ, ഇങ്ങനെ പറഞ്ഞാണ് ആളുകൾ തിയേറ്ററിൽ പോയിരുന്നത്. അത് മാറി ഉർവശിയുടെ സിനിമ എന്ന് പറഞ്ഞ് തിയേറ്ററിലേക്ക് ആളുകൾ എത്തുന്നൊരു സാഹചര്യം ഉണ്ടായി. സനിതയൊക്കെ ചോദിക്കുന്ന പോലെയുള്ള ഇത്തരം ഘട്ടങ്ങളിലാണ് ഞാൻ ഓർക്കുന്നത് അത്രയും ഒരു സിനിമ മുഴുവൻ എന്നെ വിശ്വസിച്ച് ഏൽപ്പിച്ചു എന്നുള്ളത്. ബാലുചേട്ടൻ, ബാലേന്ദ്രൻ ചുള്ളിക്കാട്, അദ്ദേഹം ചെയ്ത റോളുകളിൽ കുറേ വ്യത്യാസമായിരിക്കും പടം. ഞാനിപ്പോൾ ഇതിനെ താഴെ ഇടുമെന്ന് പറയുമ്പോൾ അയ്യോ അകത്തിരുന്നില്ലേ, അതറിയാതെ വരുന്നതാണ്. ഒരു ഫീമെയിൽ ക്യാരക്ടറിനെ വളരെ വ്യത്യസ്തതയുള്ള ഒരു ക്യാരക്ടർ ഉണ്ടാക്കണം എന്ന് ചിന്തിച്ച ഒരു ശ്രീനേട്ടനെ പോലെയോ സത്യേട്ടനെ പോലെയോ അല്ലെങ്കിൽ തമിഴിലെ കെ ഭാഗ്യരാജ്, ബാലചന്ദർ, അങ്ങനെയുള്ള അത്തരം ആൾക്കാർ കുറഞ്ഞു വരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. ഒരു ഫീമെയിൽ ഓറിയൻറ്റഡ് സിനിമ എടുക്കുന്നു, അത്തരം സിനിമകൾ വിജയിക്കുന്നു എന്ന് പറയുമ്പോൾ അതിനകത്തുള്ള നായികയ്ക്ക് തീർച്ചയായിട്ടും ആ നായികയുടെ പേരിലാണ് ആ സിനിമ ബിസിനസ് ആവുന്നെങ്കിൽ അവർക്ക് നല്ല പ്രതിഫലം കൊടുക്കേണ്ടതാണ്. അത്രയും തന്നെ പ്രാധാന്യമില്ലാത്ത മറ്റൊരു നടനാണ് ആ സിനിമ ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും അയാൾക്ക് ഇതിനേക്കാൾ കൂടുതൽ പ്രതിഫലം കൊടുക്കുകയും ചെയ്യും. അതൊരു വിവേചനമായിട്ട് തന്നെ തോന്നിയിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പം എന്ത് ലഹരി ഉപയോഗിച്ചല്ലെങ്കിലും മറ്റുള്ളവരെ ഹറാസ് ചെയ്യുക, ഉപദ്രവിക്കുക എന്നൊക്കെ പറയുന്നത് മോശം തന്നെയാണ്. ഏറ്റവും ടോപ്പ് സ്റ്റാർസിനെ വെച്ച് ചെയ്യുന്ന പടങ്ങൾ മാത്രം വിജയിച്ചുകൊണ്ട് ഇൻഡസ്ട്രി നിലനിൽക്കണമെന്നില്ല. താരതമ്യേന ഒരു ഇടത്തരം ബഡ്ജറ്റുള്ള സിനിമകൾ നിലനിന്നെങ്കിൽ മാത്രമേ ഒരു വ്യവസായം നിലനിൽക്കത്തുള്ളൂ. എഴുന്നൂറിലധികം സിനിമകൾ, 6 സംസ്ഥാന അവാർഡ്, ഒരു ദേശീയ അവാർഡ്, മികച്ച സംവിധായകർ, മികച്ച വേഷങ്ങൾ, എല്ലാം ഒന്നിനൊന്ന് വ്യത്യസ്തമായ വേഷങ്ങളായിരുന്നു. എനിക്ക് തോന്നുന്നു ഹാസ്യം ഇത്ര മനോഹരമായി ചെയ്ത ഒരു നായിക വേറെ മലയാളത്തിലുണ്ടെന്ന് തോന്നുന്നില്ല. എല്ലാം ചെയ്തു, പക്ഷെ ഹാസ്യത്തിന് ഇത്രയും മനോഹാരിത വന്നു. ആ ക്യാരക്ടേഴ്സൊക്കെ എനിക്ക് തന്ന ഡയറക്ടേഴ്സിനെ, റൈറ്റേഴ്സിനെയാണ് വാഴ്ത്തേണ്ടത്. എന്തോ എന്നൊരു വിശ്വാസം അർപ്പിച്ചു. അല്ലാതെ അതിലൊന്നും ഒരു ക്രെഡിറ്റും എനിക്ക് അവകാശപ്പെടാനില്ല. ഹ്യൂമർ നിങ്ങൾ ഇങ്ങനെ അങ്ങനെ ചെയ്തോളൂ, പെർഫോം ചെയ്തോളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ചെയ്തത്. അതല്ലാതെ നായിക അങ്ങനെ പെർഫോം ചെയ്യേണ്ടെന്ന് അവർ തീരുമാനിച്ചാൽ അങ്ങനെ ഒരു വേഷം ഉണ്ടാവുകയില്ല. അപ്പൊ തീർച്ചയായിട്ടും എൻ്റെ ഡയറക്ടേഴ്സിനും റൈറ്റേഴ്സിനുമാണ് ഞാൻ കൂടുതൽ എക്കാലവും കടപ്പെട്ടിരിക്കുന്നത്. ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് വെച്ച് ജഗദമ്മയിലേക്ക് എത്തി നിൽക്കുമ്പോൾ എന്താ തോന്നുന്നത്? ഞാൻ അങ്ങനെ ഒരു പിന്തിരിഞ്ഞ് നോക്കാറില്ല സനിത, അങ്ങനെ നോക്കാറില്ല. കാരണം ഇതെൻ്റെ പ്രൊഫഷനായി. ഇപ്പോൾ ഇത് എന്നെ സംബന്ധിച്ച് മറ്റേതൊരു ജോലി മറ്റുള്ളവർ ചെയ്യുന്നത് പോലെ ഞാനും ഇത് ചെയ്യുന്നു. അങ്ങനെ എനിക്ക് തോന്നിയിട്ടുള്ളൂ. ഇതിൻ്റെ ഈ വർണ്ണപ്പകിട്ടാർന്ന ഒന്നും എൻ്റെ മനസ്സിനെ ഒരിക്കലും ബാധിച്ചിട്ടില്ല. അത് ബാധിക്കാതിരിക്കാൻ എപ്പോഴും ഞാൻ ശ്രദ്ധിക്കും. ഒരു മിഡിൽ ക്ലാസ് മനസ്ഥിതിയേ ഉള്ളൂ എനിക്കിപ്പോഴും, എന്നും. അതിനപ്പുറത്തേക്ക് ഒന്നും, ഇതെല്ലാം തന്നെ ഇതിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളതുകൊണ്ട് ചെയ്യുന്നതാണ്. അല്ലാതെ ഇതൊന്നും എൻ്റെ പേഴ്സണൽ ഇഷ്ടങ്ങളല്ല. പ്രത്യേക രീതിയിൽ ഇങ്ങനെ അങ്ങനെയൊക്കെ ചെയ്തു വരുന്നതൊന്നും എനിക്ക് പേഴ്സണലി ഇഷ്ടമല്ല. പക്ഷേ നമ്മുടെ ജോലിയുടെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യുന്നു. അല്ലാതെ ഈ ഇത്രയും വർഷം ഇത്രയും പടം ചെയ്തല്ലോ നമ്മൾ അങ്ങനെയൊന്നും ചിന്തിക്കാനുള്ള ഒരു മനസ്ഥിതി എനിക്കിതുവരെ ഉണ്ടായിട്ടില്ല. ഞാനിപ്പോഴും വർക്ക് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. മമ്മൂട്ടിയുടെ സിനിമ അല്ലെങ്കിൽ മോഹൻലാലിന്റെ സിനിമ, സത്യനന്ദിക്കാടിന്റെ സിനിമ, ഇങ്ങനെ പറഞ്ഞാണ് ആളുകൾ തിയേറ്ററിൽ പോയിരുന്നത്. അത് മാറി ഉർവശിയുടെ സിനിമ എന്ന് പറഞ്ഞ് തിയേറ്ററിലേക്ക് ആളുകൾ എത്തുന്നൊരു സാഹചര്യം ഉണ്ടായി. ഇപ്പം എന്നെയൊക്കെ സംബന്ധിച്ചാണെങ്കിൽ ഞാൻ മഴവിൽക്കാവടി ആയാലും തലയണ മന്ത്രം ആയാലും മിഥുനം, ഇതൊക്കെ ഞാൻ പൊന്മുട്ടയിടുന്ന താറാവ്, ഉർവശി ഉണ്ട് എന്നതായിരുന്നു ആ സിനിമ കാണാനുള്ള എൻ്റെ താല്പര്യം. ഒരു നടിയുടെ സാന്നിധ്യം കൊണ്ട് സിനിമ വിജയിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ള അവകാശവാദം എനിക്ക് തോന്നുന്നു ഉർവശി എന്ന നടിക്ക് മാത്രമേ പറയാൻ സാധിക്കുമെന്ന്. ഞാൻ അവകാശവാദമാണോ എന്നറിയില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. എങ്ങനെ ഡയറക്ടേഴ്സ് എന്നെ വിശ്വസിച്ച് റൈറ്റേഴ്സും ഡയറക്ടേഴ്സും ആ ക്യാരക്ടേഴ്സ് ഏൽപ്പിച്ചു, അത് ഞാൻ എപ്പോഴും ഒരു ഗുരുത്വമായിട്ടോ ഒരു ഭാഗ്യമായിട്ടോ ആണ് കണക്കാക്കുന്നത്. പിന്നെ കുറേ കഴിഞ്ഞ് ഇപ്പം സനിതയൊക്കെ ചോദിക്കുന്ന പോലെയുള്ള
ഇത്തരം ഘട്ടങ്ങളിലാണ് ഞാൻ ഓർക്കുന്നത്. അത്രയും ഒരു സിനിമ മുഴുവൻ എന്നെ വിശ്വസിച്ച് ഏൽപ്പിച്ചു എന്നുള്ളത് വലിയ സന്തോഷമാണ്. ഒരു ഭാഗ്യം, അത്തരം അവസരങ്ങൾ കിട്ടിയത് ഒരു വലിയ ഭാഗ്യം തീർച്ചയായിട്ടും. എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, അസൂയായാലും കുശുമ്പായാലും കരുണയായാലും പ്രണയമായാലും ഹാസ്യമായാലും ദേഷ്യമായാലും മുഖത്ത് വരുന്നത് വളരെ അനായാസമായിട്ടാണ് വന്നിരുന്നത്. ആ ഭാവങ്ങളൊക്കെ എങ്ങനെയാണ് അതൊക്കെ ഉണ്ട് എനിക്ക്. നമ്മുടെ ഉള്ളിൽ കിടക്കുന്നതല്ലേ വെളിയിൽ വരുള്ളൂ. എല്ലാം കുറേശ്ശെ ഉള്ളിൽ കാണുമായിരിക്കും, പക്ഷെ ഇത് വെളിയിൽ എങ്ങനെ പ്രൊജക്ട് ചെയ്യുന്നതെന്ന് ഡയറക്ടറൊക്കെ അറിയത്തുള്ളൂ. എനിക്കെപ്പോഴും അങ്ങനെയുള്ള കുറച്ച് കൂടുതൽ പെർഫോം ചെയ്യാൻ വേഷമുള്ള ക്യാരക്ടേഴ്സല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളിങ്ങനെ നല്ല ഒരാളായിട്ടിരിക്കുമ്പോൾ ഇങ്ങനെയല്ലേ ഇരിക്കാൻ പറ്റും. ഒരു നല്ല ഒരാളായിട്ടിരിക്കണം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇരിക്കാൻ പറ്റും. നമുക്കൊരിക്കലും വ്യത്യസ്തത ഒന്നും ഉണ്ടാവില്ല, ഭാവങ്ങളിൽ വ്യത്യാസം ഉണ്ടാവില്ല. ആ ഒരു അനായാസതയാണ് ഞാൻ ചോദിക്കുന്നത്. അത് അറിഞ്ഞുകൂടാ സന്നിധ എനിക്ക്. ഇപ്പം എൻ്റെ കുടുംബാന്തരീക്ഷത്തിൽ ഞങ്ങൾ ഇടപഴകുന്നതും പെരുമാറുന്ന അതേ രീതിയിൽ തന്നെയാണ് ഞാൻ എൻ്റെ ക്യാരക്ടേഴ്സിനെ ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ കാര്യങ്ങളെ കൂടുതൽ ഗുരുതരമായിട്ട് കാണാതെ ലഘുവായിട്ട് കാണാൻ കഴിയുന്ന ആൾക്കാരാണ് കുടുംബത്തിൽ. അതിനൊരു തമാശ കണ്ടെത്താൻ ശ്രമിക്കുന്ന ആളാണ് എൻ്റെ അമ്മ. എൻ്റെ അച്ഛനും വളരെ സരസനാണ്. അവർ രണ്ടുപേരും ആർട്ടിസ്റ്റുകളാണ്. വീട്ടിലെല്ലാവരും ആർട്ടിസ്റ്റാണ്. അപ്പം വളരെ ഇങ്ങനെ എന്താ പറയുന്നത്, ഇപ്പം ഇപ്പം എൻ്റെ കൊച്ചച്ഛൻ്റെ വീട്ടിൽ പോയാൽ ഒരു സർക്കാർ ഉദ്യോഗസ്ഥരുടെ വീട്ടിൽ പോകുന്ന ഒരു രീതി നമുക്ക് മനസ്സിലാവും. കാരണം രാവിലെ എണീക്കുന്നു, കൃത്യസമയത്ത് പോകണം, ആ തിരക്കും ആ കാര്യങ്ങളൊക്കെ. അതിനിടയ്ക്ക് ഒരുപാട് തമാശകളൊന്നും പറഞ്ഞുകൊണ്ടിരിക്കാൻ സമയമില്ല. അപ്പോൾ സിനിമ ടൈമിംഗ് ഇല്ലാത്തൊരു ജോലിയാണ്. എപ്പോൾ തുടങ്ങുമെന്നോ എപ്പോൾ തീരുമെന്നോ കൃത്യതയൊന്നുമില്ല. പക്ഷേ കല മനസ്സിലുള്ളപ്പം അത് അകത്തുനിന്നൊരു കരുണയും ഒരു സ്നേഹവും ഒരു ഇത്തിരി ഈഗോയും എല്ലാം ഓട്ടോമാറ്റിക്കായിട്ടുണ്ടാകും. എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടൊരു എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഈ അടുത്ത് അജുവിന്റെ അടുത്ത് സംസാരിച്ചപ്പോ അറിയില്ല, അജു വർഗീസ്. അപ്പം സംസാരിച്ച സമയത്ത് എന്നോട് പറയുന്നുണ്ടായിരുന്നു, ഞാൻ ചില സിനിമകളിൽ ഉർവശി ചേച്ചിയുടെ ആ ഒരു പ്രയോഗത്തിന് കോപ്പി അടിച്ചിട്ടുണ്ടെന്ന്. എനിക്ക് തോന്നുന്നു ഉർവശി എന്ന നടിയെ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നമ്മള് അറിയാതെ അതിന് റിയാക്ഷൻ കൊടുക്കാൻ പറയുമ്പോൾ നമ്മളറിയാതെ നമ്മളെ ഒരു വാക്ക് വരുന്നതാ അത്. അതും ഇതിനത്തിലും ഉണ്ട്. ഈ നമ്മൾ ചുമന്നോണ്ട് വരുന്ന ഭാരത്തിന്റെ ചേട്ടനാണോ സാർ പുറകെ വരുന്നത്, ഞാനിപ്പോ ഇതിനെ താഴെ ഇടൂന്ന് പറയുമ്പോ അയ്യോ അകത്തുനിന്നല്ലേ. അതറിയാതെ വരുന്നതാ അത്. വരുമ്പോ താഴെ ഇട്ട് അവനെ ഞാൻ കൊല്ലുന്നു, ബിഷുമാരടി. ഞാൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ മാനർസങ്ങളൊക്കെ അത് എന്റേതായിട്ടുള്ളത് തന്നെയാണ്. അതെന്റെ ഡയറക്ടേഴ്സ് അനുവദിച്ചു തന്നിരുന്നു എന്നുള്ളതാണ് വലിയ കാര്യം. എനിക്കല്ലാതെ കൃത്രിമമായിട്ട് വേറെ ആരെങ്കിലും കാണിക്കുന്നവരെ കാണിക്കാൻ അറിയത്തില്ല. എനിക്ക് ഞാൻ കാണിക്കുന്നതൊക്കെ പറ്റത്തുള്ളൂ. അപ്പൊ അതവർ അനുവദിച്ചു തന്നു എന്നുള്ളതാണ്. അല്ലാതെ കോൺഷ്യസ് ആയിട്ട് അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റില്ല എനിക്ക്. അത് ശരി, ഒരു സീൻ ചെയ്യുമ്പം ഓട്ടോമാറ്റിക് ആയിട്ട് അങ്ങനെ വരുന്നതേ ഉള്ളൂ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവരതിനെ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അങ്ങനെയാണോ എല്ലാം അങ്ങനെയൊക്കെ തന്നെ വന്നിട്ടുള്ള. അതൊക്കെ സത്യം പറഞ്ഞാൽ നിങ്ങളിപ്പോ ഇത്രയും ശ്രദ്ധിച്ചോരെന്നും ഒന്നും ആരും ശ്രദ്ധിച്ചിട്ടൊന്നുമില്ല കേട്ടോ. അന്നൊന്നും അങ്ങനെ ഇതിനെ ഓരോന്നിനും ശ്രദ്ധിച്ചൊന്നും ആരും പറഞ്ഞിട്ടില്ല. ഇപ്പൊ നിങ്ങളാണ് ഇപ്പൊ ഓരോന്നും ശ്രദ്ധിച്ച് പറയുന്നത്. അത് അപ്പോഴേ ഞാൻ ഓർക്കുന്ന അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള. എന്റെ പല സിനിമകളും ഞാൻ കണ്ടിട്ടില്ല, കണ്ടിട്ടേ ഇല്ല. പണ്ട് പ്രിവ്യൂ ഷോ ഒന്നും പറഞ്ഞ മദ്രാസിൽ ഇടുമായിരുന്നു. അപ്പൊ ഉണ്ടെങ്കിൽ നമ്മളെ മദ്രാസിൽ ഉണ്ടെങ്കിൽ കാണും. നെടുമുടി വേണു, KPSC ലളിത, സുകുമാരി, സീമ, അങ്ങനെ ഒടുവിൽ ഒരുപാട് ലെജൻസിന്റെ സിനിമകളുടെ ഭാഗമാവാനും അവരുടെ ഒപ്പം അഭിനയിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞാൽ നമുക്ക് ഇന്നുകൊണ്ട് തീരൂല സരിത. കാരണം ഇത്രയും മഹാമേരുക്കളുടെ ഒപ്പമാണ് ഞാൻ നിൽക്കുന്നത്. അല്ല അവരുടെ നിഴലെല്ലാം നിൽക്കുന്നതെന്ന് തോന്നിയിട്ടില്ല എന്നൊന്നും. അവരൊക്കെ എന്നെ വാത്സല്യത്തോടെ കൊണ്ടു നടന്നിട്ടേ ഉള്ളൂ. ഇപ്പം അവരുടെ നഷ്ടത്തിലാണ് ഞാൻ ചിന്തിക്കുന്നത്. ഇങ്ങനെയുള്ളവരുടെ കൂടെ ആയിരുന്നല്ലോ ഞാൻ ഇത്രയും വർഷം വർക്ക് ചെയ്ത്. അതൊക്കെ ഒന്നും അങ്ങനെയാണ്. ചില അവതാരങ്ങളെ പോലെ വന്നു പോകുന്നവരാണ് അവർ. ഒരാശ്വാസം മാത്രം, അവരെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും കാണാമല്ലോ ഇപ്പോഴും. അത്രേ ഉള്ളൂ. അവരോടൊക്കെ വർക്ക് ചെയ്യാൻ കഴിഞ്ഞതൊരു മഹാഭാഗ്യം അന്ന് വേണം വിചാരിക്കാൻ. ഇപ്പം ഉത്സവമേളത്തിലും പിടക്കോഴി പോകുന്ന നൂറ്റാണ്ടിലും എഴുത്തുകാരിയായ ഉർവശിയെയാണ് കണ്ടത്. ശേഷം പിന്നെ കണ്ടില്ല. എന്നെങ്കിലും കഥ എഴുതി സംവിധാനം ചെയ്യുന്നൊരു സിനിമ ഉണ്ടാവുമോ? സന്നിധ, എനിക്ക് പേഴ്സണലായിട്ട് അത് ഇഷ്ടമല്ല. എനിക്ക് അതാണ് എല്ലാവരും ചോദിക്കും. എൻ്റെ 2-3 അഡ്വാൻസ് ഉണ്ട്. തമിഴിലെ ക്രേസി മോഹൻ എന്ന് പറഞ്ഞ റൈറ്റർ നിർബന്ധിച്ച് ഒരു 2 സ്ക്രിപ്റ്റും തന്ന് എനിക്ക് അഡ്വാൻസും തന്നിട്ടുണ്ട്. പക്ഷെ എനിക്ക് അങ്ങനെ അങ്ങോട്ട് അതിലൊരു ഡയറക്ഷന് വേണ്ടി 24 പുറകിൽ നിന്ന് എല്ലാം നമ്മളിവിടെ പങ്കെടുത്തങ്ങ് ശരിയാക്കാന്നല്ലാതെ എനിക്ക് അങ്ങനെ അങ്ങോട്ട്
അഭിനയിക്കാൻ ഒരു പേഴ്സണലായിട്ടൊരു താല്പര്യം വന്നിട്ട് ഇല്ലെങ്കിൽ ഞാൻ എന്നേ ചെയ്തേനെ. എനിക്ക് സത്യത്തിൽ കാരണം തമിഴ് ഫിലിമിൽ ഒന്നും നമ്മൾ പരിശ്രമിക്കാതെ എനിക്ക് അഡ്വാൻസ് തന്നെ പടം ചെയ്യണം വിത്ത് ടൈറ്റില് സ്ക്രിപ്റ്റ് എനിക്ക് തന്നതാ ക്രേസി മോഹൻ. കാരണം അദ്ദേഹത്തിന് എന്നോട് വലിയ ഇഷ്ടമായിരുന്നു. എന്റെ കറക്റ്റ് കോമഡി ടൈമിങ് ഒക്കെ വലിയ കാര്യമായിരുന്നു. അപ്പോൾ എന്നെ നിർബന്ധിക്കും ഡയറക്റ്റ് ചെയ്യണം. കാരണം പ്രത്യേകിച്ച് സ്ത്രീകളായിട്ടുള്ള സംവിധായകരിൽ പലരും ഒരു വിഭാഗം മാത്രം കാണപ്പെടുന്ന വളരെ ഗൗരവമുള്ള സിനിമകളാണ് അപ്രോച്ച് ചെയ്യുന്നത്. നിങ്ങളൊരാളെ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ കോമഡി ചെയ്യണം, കോമഡി ഫിലിം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാള്. എന്തുകൊണ്ട് നിങ്ങളൊരു പടം ഡയറക്റ്റ് ചെയ്തുവിടാ? ഹ്യൂമർ കൂടുതൽ ഇഷ്ടപ്പെടുന്നവർക്ക് ചെയ്യാമല്ലോ. അപ്പോൾ എൻ്റെ അടുത്ത് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും ഒരു പടം ഡയറക്റ്റ് ചെയ്ത് എങ്ങനത്തെ. അവർ മോൻസർ ഒരു സ്ക്രിപ്റ്റ് തന്നാൽ മതി, ഞാൻ കോമഡിയെ ചെയ്യുള്ളൂ എന്ന് പറയുമായിരുന്നു. അപ്പോൾ എന്നെ കൊണ്ടുവന്ന് ഒരു അഡ്വാൻസ് ഏൽപ്പിച്ചു. പ്രൊഡ്യൂസറെ വിളിച്ചുകൊണ്ട് വന്നു ഏൽപ്പിച്ചിട്ട് പറഞ്ഞു ഞാൻ തരാം 2 സ്ക്രിപ്റ്റ് തരാം, നിങ്ങൾ ഡയറക്റ്റ് ചെയ്യാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു അയ്യോ അത് എനിക്കങ്ങോട്ട് ഞാൻ പറഞ്ഞ ആട്ടെ സമയം വരട്ടെ. അപ്പം അദ്ദേഹം മരിച്ചു. എനിക്ക് വലിയൊരു നഷ്ടമായിരിക്കും ക്രേസി മോൻസർ. അപ്പം ഉത്സവമേളവും പിടക്കോഴി കൂവുന്ന നൂറ്റാണ്ടൊക്കെ എങ്ങനെ സംഭവിച്ചു? അല്ല അതെന്താ അറിയോ, നമുക്ക് കുത്തിയിരുന്നൊന്നും എനിക്ക് എഴുതാൻ പറ്റുന്ന സാഹചര്യമല്ലല്ലോ. ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുകയല്ലേ, അങ്ങനെ എഴുതാൻ പറ്റില്ല. പക്ഷെ നമ്മള് ഒരു സ്ക്രിപ്റ്റ് മനസ്സിൽ തോന്നുമ്പോൾ നമുക്ക് വേണ്ടപ്പെട്ട ഡയറക്ടറോട് ഇങ്ങനൊരു കഥ തോന്നുന്നത് നന്നായിരിക്കുമോ, അങ്ങനെ പറഞ്ഞെടുത്ത സിനിമകൾ അതൊക്കെ. അല്ലാതെ അതൊന്നും നമ്മൾ ഇരുന്ന് കറക്റ്റ് സീൻ ആലോചിച്ചൊന്നുമല്ല. പിടക്കോഴി ഞാൻ തമിഴ് ചെയ്യാനിരുന്നതാ. തമിഴിലെ ഡയറക്ടർ ഉണ്ടായിരുന്നു. ആ പടം തമിഴിന് വേണ്ടി പ്ലാൻ ചെയ്ത് എല്ലാം ചെയ്ത് ഷൂട്ടിംഗ് തുടങ്ങുന്നതിൻ്റെ ഒരു 10 ദിവസത്തിന് മുമ്പ് ആ ഡയറക്ടർക്കും പ്രൊഡ്യൂസർക്കും തമ്മിൽ പ്രശ്നമായത് മാറിപ്പോയി. അപ്പം ആ ഡയറക്ടർ പറഞ്ഞു അവൻ്റെ ഈഗോക്ക് ഞാൻ ചെയ്യും, ഞാനിത് സ്വന്തമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യും, അങ്ങനെ എന്നൊക്കെ പറഞ്ഞ് പടം ചെയ്യാനിരുന്നു. പിടക്കോഴി ആക്ച്വലി IV ശശിയും താമോരം മാഷും ചെയ്യാനിരുന്ന സിനിമയാണ്. അവരെ വെച്ചാണത് പ്രൊഡക്ഷൻ ചെയ്യാനിരുന്നത്. എൻ്റെ ബന്ധുക്കൾ മാത്രം പ്രൊഡ്യൂസ് ചെയ്തായിരുന്നു അത് ആദ്യം വരേണ്ടിയിരുന്നത്. പക്ഷെ അവരെന്നെ കൂടെ ഉൾപ്പെടുത്തി. ഞാൻ അഭിനയിക്കണം എന്നുള്ളത് നിർബന്ധമായിരുന്നു അവർക്ക്. അപ്പോൾ IV ശശിയും താമോരം മാഷും ഫുൾ ബിസി പടം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം, ഡേറ്റ് കിട്ടുന്നില്ല. അപ്പോൾ ഇവർക്ക് ക്ഷമയില്ലാതായി. അതെന്നാ ഞങ്ങൾ ഗൾഫിലുള്ളവരും അവരൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങളൊരു പടം ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ സജീവമായിട്ട് നിന്നിട്ട് നിങ്ങൾക്ക് പറ്റുന്നില്ല, ഒരു പടം പ്രൊഡ്യൂസ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞപ്പോഴാണ് നമ്മൾ മൊത്തത്തിൽ ആ പ്രോജക്റ്റ് അങ്ങ് മാറ്റിയിട്ട് തമ്പിച്ചേട്ടനെ വെച്ചൊരു ജനകീയമായിട്ടൊരു സിനിമ എടുക്കാം. അങ്ങനത്തെ വിശേഷ സിനിമകൾ വേറൊരു തലമാണ്. ഇങ്ങനെ ഒന്നും എടുക്കാന്ന് വെച്ചുമ്പോൾ കഥയൊന്നും സെറ്റാകുന്നില്ല. പല പല കഥകളിലേക്ക് നമ്മൾ നോക്കി, നമ്മുടെ രഞ്ജിത്തിനെ കൊണ്ടൊരു സ്ക്രിപ്റ്റ് നോക്കി, ഒന്നും ഇങ്ങോട്ട് ആവുന്നില്ല. അപ്പോൾ ഞാൻ വെറുതെ പറഞ്ഞു ഞാൻ തമിഴിലൊരു കഥ ഇങ്ങനെ ചെയ്യാൻ പോവാണ്. അയ്യോ ഉർവശി നമുക്കിത് ചെയ്യാം. ഞാൻ പറഞ്ഞു അയ്യോ അത് വലിയ ചതിയാവും, തമിഴ് എടുത്തിട്ട് വേണമെങ്കിൽ നിങ്ങൾ മലയാളത്തിൽ നമുക്ക് എടുക്കാം, ഇത് ചെയ്യാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. പക്ഷെ ആ ഡയറക്ടറെ ഫോൺ ചെയ്ത് പറഞ്ഞു ഞാൻ ഇങ്ങനെ ചോദിക്കുന്നു സാർ. അദ്ദേഹം വന്നിട്ട് അദ്ദേഹത്തിന് ഞാൻ എൻ്റെ മനസാക്ഷിയോട് ഞാൻ കൊടുത്ത കഥയല്ലേ, അദ്ദേഹത്തിന് പേ ചെയ്ത ആ കഥ ഞാൻ തിരിച്ചു വാങ്ങിച്ചു. എന്നിട്ടാണ് പിടക്കോഴി ചെയ്തത്. പക്ഷെ അത് ഞങ്ങൾ പടം തുടങ്ങുന്നതിന് അദ്ദേഹം മരിച്ചുപോയി. ഇതൊരു വല്ലാത്ത ഇൻസിഡന്റ് ആയപ്പോ എനിക്ക്. ആ സിനിമ അദ്ദേഹം ചെയ്തില്ല. ശരി, ആ പണം ആയിരുന്നു അദ്ദേഹത്തിന്റെ ലാസ്റ്റ് വരുമാനം, ഞാൻ കഥയ്ക്ക് വേണ്ടി കൊടുത്ത പൈസ. പിന്നീട് അദ്ദേഹത്തിന്റെ വൈഫ് ഞാൻ ഷൂട്ടിങ്ങൊക്കെ കഴിഞ്ഞ് ഞാൻ ചെന്നപ്പോൾ പറഞ്ഞു മേഡത്തിനെ ശല്യം ചെയ്യണമെന്ന് വെച്ച് ഞാൻ പറഞ്ഞില്ല. അദ്ദേഹം പോയി. പക്ഷെ ആ പൈസയായിരുന്നു എന്നുവെച്ചാൽ ദിവസങ്ങൾക്കുള്ളില് ഞങ്ങൾ ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് ഇത് സ്ക്രിപ്റ്റ് പൂർത്തിയാക്കി ഒക്കെ ചെയ്തു. ഞങ്ങളുടെ ഷൂട്ട് തുടങ്ങുന്നതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പിൽ അതൊരു അത്യാവശ്യം ഒരു വരുമാനമായിട്ട് അദ്ദേഹത്തിന് കിട്ടിയത് അതായിരുന്നു. അങ്ങനെ ചെയ്തത്. തെലുങ്കിലും ചെയ്തു അതേ സിനിമ. ശരി, സെയിം സിനിമ തെലുങ്കിലും വന്ന്. വിക്രമാണ് ഹീറോ ആയിട്ട് അഭിനയിച്ചത്. ഉത്സവമേളോ അങ്ങനെ വന്നതാ. സുരേഷ് ഉണ്ണിത്താന്റെ വേറൊരു സിനിമ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു ഇങ്ങനൊരു സംഗതി തമിഴ്നാട്ടിൽ നടന്നൊരു ചെറിയ ഒരു ഇതുപോലെ ഞാനൊരു ഇതിൽ എഴുതാൻ പോവുകയാണ് ഈ കഥ എന്നും പറഞ്ഞു ഇത് സിനിമ ആക്കാൻ പറ്റുമല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ സിനിമയാക്കുകയായിരുന്നു. സിനിമയ്ക്ക് അപ്പുറം വേറെ എന്തൊക്കെയാണ് ഹോബികളായിട്ടുള്ളത്? നന്നായി വായിക്കും എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. വായിക്കാൻ ഇഷ്ടമുള്ളതുകൊണ്ടാണ് കഥ കേൾക്കാനും. സിനിമ അഭിനയിക്കുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു താല്പര്യം തന്നെ കഥകളും ഇങ്ങനെ വ്യത്യസ്തങ്ങളായിട്ട് കേൾക്കാമല്ലോ. അതാണ് എൻ്റെ ഒരു വളരെ വ്യക്തിപരമായ ഒരു സന്തോഷം എന്ന് പറയുന്നത്, പുസ്തകം വായിക്കുക. ശരി, അത് ചിലതിൻ്റെ ഒന്നും ടൈറ്റിൽ പോലും നമുക്ക് ഏതാന്ന് പോലും അറിയത്തില്ല. കാരണം കൈ കിട്ടുന്ന എല്ലാ പുസ്തകങ്ങളും വായിക്കും.
എല്ലാം വായിക്കാറുണ്ട്. അപ്പം അതുകൊണ്ട് ചിലത് അയ്യോ ഏതായിരുന്നു കഥയുടെ പേര് എന്ന് പറഞ്ഞു. പിന്നെ പുസ്തകങ്ങൾ ഇഷ്ടംപോലെ വായിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ആ കഥ ഏതായിരുന്നു അതിൻ്റെ ടൈറ്റിൽ എന്ന് ചോദിക്കും. അങ്ങനെ കുറേ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടമാണ്. ഇപ്പോഴും ടി വി കണ്ടുകൊണ്ട് ഇങ്ങനെ കുറേ നേരം എനിക്കങ്ങനെ അതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റില്ല. എനിക്ക് മടുപ്പ് വരും. പക്ഷെ എന്നാൽ ഒരു പുസ്തകം ഇഷ്ടമുള്ളൊരു പുസ്തകം വായിച്ചിട്ട് എനിക്ക് മടുക്കുകയില്ല. സമയം പോകുന്നതൊട്ടും ഞാൻ അറിയില്ല. എനിക്ക് സിനിമയിൽ പുസ്തകങ്ങളെ പറ്റി ഡിസ്കസ് ചെയ്യാൻ ആകപ്പാടെന്ന് പറഞ്ഞാൽ കമൽഹാസന് ഇഷ്ടമാണ് പുസ്തകങ്ങളെ പറ്റി പറയാൻ. കാരണം അദ്ദേഹം ഈ അശോക സാമ്രാജ്യത്തിന്റെ കാര്യങ്ങളൊക്കെ പഠിച്ചതൊക്കെ നിങ്ങൾ പഠിച്ചപ്പോൾ എന്തായിരുന്നു ഉണ്ടായിരുന്നത്, പാനിപ്പറ്റ് വാറിൽ നിങ്ങൾ പഠിച്ചപ്പോൾ നിങ്ങളുടെ സിലബസിൽ എന്തായിരുന്നു ഉണ്ടായിരുന്നത്. കാരണം അതിനകത്തൊക്കെ ഒരു കഥയുടെ താല്പര്യം കാണിക്കാൻ പുള്ളി. അത് സിനിമയാക്കാനുള്ളൊരു താല്പര്യം കേട്ടോ കൂടുതലും. അതങ്ങനെ സിനിമയാക്കി അങ്ങനെ ഇരിക്കും. അങ്ങനെ ഒരു സിനിമ വന്നതാണ്. പക്ഷെ മലയാളത്തിൽ എന്നെ സംബന്ധിച്ചിടത്തോളം മുരളിച്ചേട്ടനൊരു പ്രത്യേക ഒരു ഇടതുപക്ഷ ചിന്താഗതിക്കാരനായതുകൊണ്ട് ആ ഒരു ഒ വി വിജയന്റെയും അതും ഇതുമുള്ള മുരളിച്ചേട്ടന്റെ പുസ്തകം വായനയിലൊക്കെ അതിങ്ങനെ പ്രത്യക്ഷത്തിൽ കാണാം. പ്രൊഫസർ അലിയർ സാറാണ് എനിക്ക് എൻ്റെ സിനിമയിലും ഉണ്ട് അദ്ദേഹം, ജഗദമ്മയിലും അദ്ദേഹമാണ് എനിക്ക് മിക്കവാറും എനിക്ക് അധ്യാപകനായതുകൊണ്ട് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നല്ല പുസ്തകങ്ങൾ കൊണ്ടും തരും. ഇപ്പം ഏറ്റവും ലാസ്റ്റ് അദ്ദേഹത്തിന്റെ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ സ്വന്തം ആത്മകഥയായിട്ടുള്ള നല്ലൊരു പുസ്തകമുണ്ട്. അതാ ഇപ്പം ലാസ്റ്റ് കിട്ടിയതെന്ന് പറയുന്നത്. അതുപോലെ രാജശ്രീ ഭാര്യയുടെ 2 സ്ത്രീകള്, ദാക്ഷായണിന്നും നല്ലൊരു പേരാ അടുത്തത് കല്യാണിയും ദാക്ഷായണി എന്നും പേരുള്ള 2 സ്ത്രീകൾ. അതെനിക്ക് എൻ്റെ ഗൾഫിലുള്ള എൻ്റെ ഒരു അടുത്ത ഫ്രണ്ടാണ് നിഷ തന്ന് ചേച്ചി ഒന്ന് വായിക്കുന്നതായിരിക്കും. നിഷ നിറയെ പുസ്തകം നല്ല പുസ്തകം. ആ ഒരു സ്ലാങ് ഞാനത് ഒത്തിരി ഉറക്ക വായിച്ചു നോക്കും. കുറെ ഒരു ഞങ്ങളുടെ നാട്ടുകാരിയല്ലേ? ഓ, അപ്പൊ അറിയാമെങ്കിൽ എന്റെ അന്വേഷണം പറയണം. തീർച്ചയായിട്ടും പറയാം. പിന്നെ ആരുടെയൊക്കെയാണ് പുസ്തകങ്ങള് കൂടുതൽ ഇത്തരം ബുക്കുകൾ? അങ്ങനെ ഒരു എഴുത്തുകാരനെ മാത്രം ഇഷ്ടമൊന്നുമില്ല. എം.ടി. അങ്കിളിന്റെ കഥാമ്പര്യങ്ങൾ നമുക്ക് പേഴ്സണലായിട്ട് അറിയാവുന്നതുകൊണ്ടും കൂടെ ഒരു വളരെ അടുപ്പം തോന്നുന്ന കഥകളാണ് അദ്ദേഹത്തിന്റെ. അസുരത്തൊക്കെ വായിക്കുമ്പോ എനിക്ക് തോന്നുന്നു പലപ്പോഴും അന്തരീക്ഷം പോലും നമുക്ക് കാണാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് തോന്നും. അയ്യോ അതിന്റെ ആ വസുരി എന്ന സംഗതികളൊക്കെ പറയുമ്പോ അതൊക്കെ ഒരു കാലത്ത് വ്യാപിച്ചിരുന്നു നമ്മുടെ നാട്ടില്. അതൊക്കെ കടന്നാ നമ്മൾ വന്നിരിക്കുന്ന നമ്മുടെ ഒരു ജനറേഷൻ അതൊക്കെ കടന്നു വന്നവരാണ് എന്നൊക്കെ അറിയാൻ പറ്റും. അതിനെ കൂടെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റും. അത് എല്ലാവരുടെയും പുസ്തകങ്ങൾ വായിക്കും. ഈ തിരക്കിനിടയിലൊക്കെ സമയം യാത്രകളിലല്ലേ, യാത്രകൾ പലപ്പോഴും ഫ്ലൈറ്റ് യാത്ര ചെയ്യുമ്പോൾ ട്രെയിൻ യാത്ര കുറഞ്ഞു. അതിൽ ഏറ്റവും കൂടുതൽ മിസ്സാവുന്ന വായന ട്രെയിനിലൊക്കെയാണ് കൂടുതൽ സമയം കിട്ടുക. അങ്ങനെ ഫ്ലൈറ്റിൽ പോയി 1 മണിക്കൂറോ 2 മണിക്കൂറോ ഒക്കെ ഉള്ളിടത്തൊക്കെ വായിക്കും. എൽ ജഗദമ്മ 7ാം ക്ലാസ് ബി ആണ് വിശേഷം. ആരാണ് ജഗദമ്മ? ആ പേരിനെ കുറിച്ചിട്ട്, ആ കഥാപാത്രത്തിൽ. ജഗദമ്മ എന്ന് പറയുന്ന ആൾക്കൂട്ടത്തിൽ, നമ്മുടെ ഏത് ആൾക്കൂട്ടത്തിലും അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടും കാണുന്ന ഒരു സാധാരണ സ്ത്രീ. അത് പിന്നെ ആ ഒരു സിനിമയിലെ ജഗദമ്മ ഞാനാകണമെന്നും പറഞ്ഞൊന്നുമല്ല തുടങ്ങിയത്. ആ കഥ എഴുതി തുടങ്ങുമ്പോൾ എല്ലാവരുടെയും കൂട്ടത്തിലൊരു സ്ത്രീ ആയിരുന്നു ജഗദമ്മ. കുറെ ക്യാരക്ടേഴ്സിന്റെ കൂട്ടത്തിലുള്ള ഒരു സ്ത്രീ. പക്ഷെ അത് സംസാരിച്ചൊന്ന് കുറെ ക്യാരക്ടേഴ്സ്, അങ്ങനെ ഒരു പഞ്ചായത്തിൽ നടക്കുന്ന കുറെ ക്യാരക്ടേഴ്സും കാര്യങ്ങളൊക്കെ ആയി വന്നപ്പോൾ നമുക്ക് കാര്യങ്ങൾ പറയാൻ കോൺസെൻട്രേറ്റ് ചെയ്യാൻ ഏതെങ്കിലും ഒരു കഥാപാത്രത്തിൽ നിൽക്കണ്ടേ, ചില സംഭവങ്ങളും കാര്യങ്ങളുമായിട്ട് കണക്ട് ചെയ്ത് പറയാൻ. അപ്പൊ ആ കൂട്ടത്തിൽ കുറച്ച് ബ്രൈറ്റ് ആയിട്ടുള്ള ഹീറോളായിരുന്നു. ശരി. അപ്പൊ അതിനെ പിന്നെ ഞാൻ ചെയ്യണമെന്ന് തീരുമാനമായപ്പോ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി. അങ്ങനെ. ജഗദമ്മയ്ക്ക് രാഷ്ട്രീയമുണ്ടോ? നാട്ടിൻപുറങ്ങളിലെ സാധാരണ പിന്നെ സ്ത്രീകളിലുള്ള പോലത്തെ പിന്നെ രാഷ്ട്രീയം തീർച്ചയായിട്ടും ജഗദമ്മയ്ക്കും ഉണ്ട് എന്ന് വേണം പറയാൻ. അല്ലാതെ രാഷ്ട്രീയത്തിന് വേണ്ടിയുള്ള ഒരു ക്യാരക്ടറോ അങ്ങനൊന്നും അല്ല. യാദൃച്ഛമായിട്ട് ഈ സ്ത്രീയുടെ ജീവിതത്തിൽ ഇവർ പൊരുതുന്ന ഓരോരോ ഘട്ടങ്ങളാണ്. അങ്ങനെ വരും. ജഗദമ്മ എന്ന് പറഞ്ഞ സ്ത്രീയുടെ നടക്കുമ്പോൾ ഒരുപാട് ഗ്രാമത്തിലൊക്കെ നമ്മൾ പറയും, പട്ടണത്തിൽ ഒത്തിരി വിദ്യാഭ്യാസവും ഒരുപാട് ഉന്നത ഉദ്യോഗവും ഒക്കെ ഭരിക്കുന്ന സ്ത്രീകളെക്കാൾ അതുപോലെ തന്നെ ഉള്ള കരുത്തുള്ള ക്യാരക്ടേഴ്സ് നാട്ടിൻപുറങ്ങളിലുണ്ട്. തീർച്ചയായിട്ടും. അപ്പൊ അതിൽ നിന്നൊരു സ്ത്രീ. ഉർവശിക്ക് രാഷ്ട്രീയമുണ്ടോ? ഇല്ല. രാഷ്ട്രീയം എന്ന് പറയുന്നത് നമുക്ക് രാഷ്ട്രീയത്തെ കുറിച്ച് ഒന്നും അറിയില്ല എന്നൊക്കെ അങ്ങനെ പറയാൻ പാടില്ല. ഒരു സിറ്റിസനും അങ്ങനെ പറയാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ വിശ്വാസം. പക്ഷെ രാഷ്ട്രീയം എന്ന് പറയുന്നത് തികച്ചും പേഴ്സണലാണ്. ഒരു
പാൻ പഞ്ചായത്ത് സിനിമ എന്നാണ് സംവിധായകൻ തന്നെ സിനിമയെ വിശേഷിപ്പിച്ചത്. ഒരു പഞ്ചായത്തിൽ നടക്കുന്ന കാര്യങ്ങളാണോ സിനിമയുടെ പ്രധാന? അതെ, പഞ്ചായത്തിൽ നടക്കുന്ന കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിലൊക്കെ നടക്കുന്ന കാര്യങ്ങൾ. അത് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്ടർക്ക് കൂടുതൽ കൺവീനിയൻസ് എന്ന് പറയുന്നത് അദ്ദേഹം കണ്ടുമുട്ടിയതും അദ്ദേഹത്തിന് സുപരിചിതമായ കുറെ ക്യാരക്ടേഴ്സ് മനസ്സിലുള്ളത് കൊണ്ട് അതെടുക്കാനായിരുന്നു എന്നുള്ളതാണ്. അപ്പം പാൻ ഇന്ത്യ എന്ന് പറയുന്ന ഒരു പ്രയോഗം കൂടുതൽ വന്നപ്പോൾ എൻ്റെ സിനിമ പാൻ ഇന്ത്യ ഒന്നുമില്ല, ഇന്ത്യ ഒട്ടാകെ ഉള്ള കൾച്ചറാണോ എന്ന് എനിക്കറിയില്ല. എനിക്കറിയാവുന്ന കൾച്ചർ ഞാൻ എടുത്തു. നല്ലതുപോലെ എങ്ങനെയാണ് ഒരു കഥ രൂപപ്പെടുന്നത്? ഇതൊരു തമിഴ് സിനിമയ്ക്ക് വേണ്ടി ഒരു കുറെ ക്യാരക്ടേഴ്സ്, ഒരു നാട്ടിൻപുറത്ത് കുറെ ക്യാരക്ടേഴ്സുമായിട്ട് തുടങ്ങിയത്. ഒരു 10 വർഷമൊക്കെ ആയിട്ടുണ്ടാവും. 10 വർഷത്തിന് മുൻപ്, 12 വർഷമായി സംസാരിച്ചൊരു പ്രൊഡക്ഷൻ തുടങ്ങാൻ പ്ലാൻ ചെയ്തപ്പോൾ. അത് പിന്നെ എങ്ങനെയൊക്കെ സംസാരിച്ചെന്നാലും നമുക്ക് പരിചയമുള്ള അന്തരീക്ഷത്തിലായി പോകും. കാരണം അവിടുത്തെ ക്യാരക്ടേഴ്സ് അങ്ങനത്തെ സംഗതികളൊന്നും ചേട്ടൻ അറിയില്ല. അപ്പോ അത് ഓരോന്നും പറയുമ്പോൾ ഞാൻ പറയും ഇവിടെ അങ്ങനൊന്നുമില്ല, ഇവിടുത്തെ ഗ്രാമങ്ങളിൽ ഇങ്ങനെയില്ല, ഇങ്ങനെ പറയും. കാരണം വളരെ നാട്ടുപുറങ്ങളിൽ കഴിഞ്ഞൊരു ജനറേഷൻ വരെ അവിടെ നാട്ടാമേ ഉള്ളൂ. ആ നാട്ടിലുള്ള ഒരു വ്യക്തി അല്ലെങ്കിൽ പരമ്പരാഗതമായിട്ട് ആ ഒരു വ്യക്തിയിൽ അധിഷ്ഠിതമായിട്ട് അവർ പറയുന്ന കാര്യങ്ങളെ കേൾക്കാൻ കുറെ പേരുണ്ടാവും. അവര് നാട്ടുകൂട്ടം വിളിച്ചു കൂട്ടി ഇങ്ങനെയൊക്കെ തീരുമാനമായിട്ടുണ്ട് എന്ന് പറയും. അതെല്ലാവരും അനുസരിക്കും. അങ്ങനത്തെ ഒരു രീതിയായിരുന്നു. ബാക്കിയൊക്കെ ഇപ്പം നിയമപരമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ പഞ്ചായത്ത് ഉപയോഗിക്കുമായിരിക്കും. അങ്ങനെയൊക്കെ ഒരുപാട് സംസ്കാരങ്ങളും മാറിയും മറിഞ്ഞും കിടപ്പുണ്ട്. അതിനെക്കുറിച്ചൊന്നും ഡീപ്പായിട്ട് അറിയത്തില്ല. അപ്പൊ തമിഴ് എൻ്റെ ഫ്രണ്ട്സുമായിട്ടിരുന്ന് ഡിസ്കസ് ചെയ്ത് കുറെ ഇങ്ങനെ വന്നു അവസാനം കേരളത്തിൽ ഞങ്ങളുടെ സുഹൃത്തുക്കളുമായിട്ട് സംസാരിക്കുകയും അങ്ങനെ വന്നപ്പോ എന്തുകൊണ്ട് ഇതൊരു മലയാളം സിനിമയാക്കിക്കൂടാ എന്ന് വന്നു. ആ കഥ ഡിസ്കസ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞ് കുറച്ചായപ്പോഴാണ് പ്രൊഡക്ഷൻ തുടങ്ങാനിരുന്നപ്പോഴാണ് മോൻ ജനിച്ചത്. അപ്പൊ അത് നാച്ചുറലി അതങ്ങ് പോസ്റ്റ്പോണ്ട് ആയിട്ട് ഇത്ര നാള് വേണ്ടി വന്നു. തിരുവനന്തപുരത്തുള്ളൊരു പഞ്ചായത്താണ് അല്ലേ? അതെ, തിരുവനന്തപുരം സ്ലാങ് ഒക്കെ അതാ ഉപയോഗിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം ശൈലിയാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഒരു ത്രൂ ഔട്ട് ഫിലിം തിരുവനന്തപുരം സംസാരിക്കുന്നത്. ഫസ്റ്റ് എക്സ്പീരിയൻസ്. പാട്ടുകൾക്കൊക്കെ പ്രാധാന്യം കൊടുത്തിട്ടുണ്ടോ? ഉണ്ട്. 3 പാട്ടേ ഉള്ളൂ. നമ്മൾ പാട്ടിന് വേണ്ടിയുള്ള അതിന് പ്രാധാന്യത്തിന് വേണ്ടിയുള്ള ഒരു സിനിമയായിട്ട് പറയാനില്ല. കാരണം എല്ലാം പച്ചായ ഗ്രാമത്തിലെ ക്യാരക്ടേഴ്സും അവരുടെ രീതികളും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പൊ അതുമായിട്ട് കഥയുമായിട്ട് ബന്ധപ്പെട്ട സിറ്റുവേഷൻ അനുസരിച്ച് പാട്ടുണ്ട്. കൈലാസ് മേനോനാണ്. 14 എഴുതിയിരിക്കുന്നത്. പണ്ട് നമ്മള് സിനിമകൾ കണ്ട് കുറെ ചിരിച്ചിട്ടാണ് തിയേറ്ററിൽ നിന്ന് പോയിരുന്നത്. അല്ലാത്ത സിനിമകളും ഉണ്ടായിട്ടുണ്ട്, എന്നാലും നമുക്ക് എന്തെങ്കിലുമൊക്കെ ചിരിക്കാനുണ്ടായിരുന്നു. ഇന്നത് മാറി വെട്ടും കുത്തും കൊലയൊക്കെ ആയിട്ട് ഒരു മരവിപ്പോടെയാണ് നമ്മള് തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വരുന്നത്. ഈ അടുത്ത കാലത്ത് വന്ന സിനിമകൾക്കൊക്കെ അങ്ങനെ ഒരു പ്രമേയമായിരുന്നു. ജഗദമ്മ ഒരു ഫാമിലി എന്റർടൈനർ ആണോ? തീർച്ചയായിട്ടും സെന്താ, തീർച്ചയായിട്ടും. കാരണം അങ്ങനെയൊന്നും എടുക്കാൻ ഒന്നാമത്തെ കാര്യം അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസിന്, അദ്ദേഹത്തിന് കണ്ടു പരിചയമുള്ള കാര്യങ്ങളല്ലാതെ എത്താത്ത അപ്രാപ്യമായ ഒരു കാര്യം പോയി ചെയ്യാൻ പറ്റില്ലല്ലോ. പ്രത്യേകിച്ച് ആദ്യത്തെ സംരംഭം. അതെ, ഫസ്റ്റ് ടൈം ചെയ്യണം. അപ്പൊ നമുക്ക് അറിയാത്ത കാര്യങ്ങൾ ഒക്കെ പോയി ചെയ്യുന്നത് എങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള അത്യാവശ്യത്തിനുള്ള ചെറിയ ആക്ഷനും ഒക്കെ ഉണ്ടാവും. ഹസ്ബൻഡാണ് സിനിമയ്ക്ക് കഥയും തിരക്കഥയും സംവിധാനവും എല്ലാം. അദ്ദേഹത്തിന്റെ ആദ്യ സംരംഭം കൂടിയാണ്. എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? ഞങ്ങളിത് കുറെ നാളായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ അദ്ദേഹം ഒരു ഷോർട്ട് ഫിലിം ചെയ്തിട്ടുമുണ്ട്. സിനിമ വർഷങ്ങളായിട്ട് അദ്ദേഹത്തിന്റെ പാഷനാണ്. സിനിമയ്ക്ക് വേണ്ടിയുള്ള കഥ അതൊക്കെ കുറെ കാലങ്ങളായിട്ടേ ഉള്ളതാ. ഞങ്ങൾ ഒന്നിച്ച് ജീവിക്കുന്നതിന് എത്ര വർഷങ്ങൾക്ക് മുമ്പ്. കാരണം എൻ്റെ ബ്രദറും അദ്ദേഹമായിട്ട് വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. അപ്പം മുതലേ സിനിമയാണ് മനസ്സിൽ. ഒരു സിനിമ ചെയ്യണം, സിനിമയ്ക്ക് വേണ്ടി കഥ എഴുതണം. ഡയറക്ഷൻ ആയിരുന്നില്ല, സിനിമയ്ക്ക് വേണ്ടി കഥ ചെയ്യണം, അങ്ങനെയൊക്കെ ഉള്ളായിരുന്നു. പക്ഷെ ഈ സ്ക്രിപ്റ്റ് അവതരിപ്പിക്കുന്ന രീതി കണ്ടപ്പോൾ എൻ്റെ ഫ്രണ്ട്സും അങ്ങനെ കുറെ പേര് പറഞ്ഞു. പ്രത്യേകിച്ച് ഞങ്ങളുടെ കൂടെ ഈ സിനിമ ചെയ്യാൻ സന്നദ്ധത കാണിച്ച ഏറ്റവും അടുത്ത ഫാമിലി ഫ്രണ്ടുണ്ട്. ചേട്ടൻ തന്നെ ഇതങ്ങ് ചെയ്യുന്നതാണ് നല്ലത്. കാരണം അത് അവതരിപ്പിക്കുന്ന രീതി കാണുമ്പം ഇനി മറ്റൊരാളെക്കാൾ കൂടുതൽ ഇത് ഒരു ആവേശത്തോടു കൂടി പറയുമ്പോഴേ അങ്ങനെ വന്നതാ. നമ്മൾ പ്രൊഡക്ഷൻ ചെയ്യാൻ തീരുമാനിച്ചു. സ്ക്രിപ്റ്റ് ഒരു ഭാഗത്ത് നടക്കുന്നു, ഞാൻ എൻ്റെതായ വർക്കിലാണ്. അപ്പോൾ അതുകൊണ്ട് അവിടെ നടക്കുന്ന അവരെല്ലാവരും കൂടെ തീരുമാനിച്ച് എല്ലാം ഡെവലപ്പ് ചെയ്യുകയൊക്കെ ചെയ്തതാണ്. ഞാൻ ഒന്നിലും ഇടപെടുകയോ ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനെ ഷൂട്ടിങ്ങിലേക്ക് കിടക്കുന്നു. നല്ല ടീം സെറ്റായി കഴിഞ്ഞപ്പോൾ പിന്നെ നമുക്ക് അങ്ങനെ ഒരു ടെൻഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ ഡയറക്ടർ എന്നൊക്കെ ഞാൻ അഭിനയിക്കുന്ന മിക്കവാറും എല്ലാ സിനിമകളുടെയും ഷൂട്ടിങ്ങിന് പറയാറുണ്ട്. ക്യാമറയുടെ പുറകിലിരുന്ന് പെർഫോമൻസ് കാണാറുണ്ട്. അപ്പൊ അതൊക്കെ വളരെ സാധാരണ സംഭവം ആയതുകൊണ്ട് ഒരു പുതുമയൊന്നും എനിക്ക് തോന്നിയില്ല. അത് ശരി.
ഒന്നും തോന്നിയില്ല. കൂടുതൽ ഈസി ആയിട്ട് തോന്നിയ മറ്റ് സിനിമാ സെറ്റുകളെ ഇല്ല അപേക്ഷിച്ച്? ഇല്ല ഇല്ല, എനിക്ക് മറ്റുള്ള സെറ്റുകളാണ് കുറെ കൂടെ ഈസി. കാരണം ഇത് സ്വാതന്ത്ര്യം കൂടുമല്ലോ പറയാൻ. അപ്പൊ എനിക്ക് മറ്റുള്ള സെറ്റുകളാകുമ്പോൾ ഇതിനകത്ത് എന്താ പറയുക, ഇപ്പൊ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യും, നമ്മൾ അതിൽ അഭിനയിക്കുകയൊക്കെ ചെയ്യുമ്പോൾ വെച്ചാൽ എന്തെങ്കിലുമൊക്കെ ഇംപ്രവൈസേഷൻ നമ്മൾ സ്പോട്ടിൽ ചെയ്യുമ്പോൾ അത് ഇത് നമ്മളെ നന്നാക്കാൻ വേണ്ടിയിട്ടാണെന്ന് വിചാരിക്കുമോ, അങ്ങനെ ഒരു തോന്നൽ വരും. മറ്റു സിനിമകൾക്ക് എനിക്ക് അതില്ല, ഒരു സ്വാർത്ഥത ഇല്ലാതെ ആ സിനിമ നന്നാക്കാൻ വേണ്ടി എനിക്ക് പെരുമാറാം, എന്ത് വേണമെങ്കിലും കറക്ഷൻസ് പറയാം. അപ്പൊ എനിക്ക് കുറച്ചുകൂടെ സന്തോഷം മറ്റു സിനിമകൾ ചെയ്ത്. തീർച്ചയായിട്ടും ഒരു ഫാമിലി എന്റർടൈനർ എന്നുള്ളതിനപ്പുറം സ്ത്രീ കഥാപാത്രങ്ങൾക്കും കൂടെ പ്രാധാന്യം നൽകിയിട്ട് ഒരു സ്ത്രീ ജീവിതത്തിന്റെ നേർക്കാഴ്ച കൂടി ഈ സിനിമയിൽ അവതരിപ്പിക്കപ്പെടുന്നുണ്ടല്ലോ. സ്ത്രീകളായിട്ടുള്ള നിരവധി അഭിനേതാക്കൾക്ക് അവസരവും കൊടുത്തിട്ടുണ്ട്. ഇപ്പം മികച്ച അഭിനേത്രികൾ തന്നെയാണ് ഈ രശ്മി, അനില്, പിന്നെ ശൈലജ അമ്പു ഒക്കെ. അപ്പം അതേപോലെ അഞ്ജലി സത്യനാഥ്, ഇന്ദുലേഖ, അല്ലെ, മികച്ച കുറെ അഭിനേത്രികളെ ഉണ്ട്. ഇന്ദു ഉണ്ട്, കുറെ പേരുണ്ട്. അത് സ്ത്രീപക്ഷ സിനിമ എന്നുള്ള രീതിയിലല്ല. ഞങ്ങൾ സ്ക്രിപ്റ്റ് ആലോചിച്ചപ്പോഴും അങ്ങനെ ആയിരുന്നില്ല. ഞാൻ അഭിനയിക്കണമെന്ന് ആദ്യം ചിന്തിച്ചതുമില്ല. പക്ഷെ ഇത് നമ്മൾ കാര്യങ്ങളൊക്കെ നമ്മൾ പറയുമ്പോൾ ഏതെങ്കിലും ഒരു ക്യാരക്ടറിലേക്ക് കോൺസെൻട്രേഷൻ പോയില്ലെന്നുണ്ടെങ്കിൽ സിനിമ ഒരു ചിട്ടയില്ലാതെ വരും സിനിമയ്ക്ക്. കുറെ ക്യാരക്ടേഴ്സ് ചെതറിക്കിടന്നാല്. അതെ. അപ്പൊ അങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്യണം എന്ന് തോന്നിയപ്പം എന്നാ പിന്നെ ഈ ഒരു ഫീമെയിൽ ക്യാരക്ടറിനെ വെച്ചാവാം എന്ന് ചിന്തിച്ചു. അതിനുമൊക്കെ ശേഷമാണ് ഞാൻ അഭിനയിക്കാൻ തീരുമാനിച്ചത്. അല്ലെങ്കിൽ ചിലപ്പോൾ മറ്റാരെങ്കിലും അഭിനയിച്ചായിരിക്കും ഇത് വരുന്നത്. സ്ത്രീകളെക്കാൾ കൂടുതൽ പുരുഷന്മാരുണ്ട് ഇതിനകത്ത്. ഒരു സ്ത്രീപക്ഷ സിനിമ അങ്ങനൊന്നും വിചാരിച്ച് ചെയ്തതല്ല. ഉണ്ട്, ഈ ഫീമെയിൽ ക്യാരക്ടേഴ്സിന് ഇമ്പോർട്ടൻസ് ഉണ്ട്, അതുപോലെ തന്നെ പുരുഷന്മാരുടെ ക്യാരക്ടേഴ്സ് ഒരുപാടുണ്ട്. രണ്ടും നമ്മളൊരു ടൈറ്റിലിന്റെ ഒരു സുഖത്തിന് വേണ്ടി ജഗദമ്മ ഇട്ടതേ ഉള്ളൂ. ജഗദമ്മയ്ക്കൊപ്പം എപ്പോഴും കൂടെ ഉള്ളത് അൻവർ അല്ലെ? അൻവർ ഇവൻ സഹോദരനാണോ, മകന്റെ സ്ഥാനത്താണോ, എന്താണെന്നുള്ളത് നമുക്ക് ജഗദമ്മയ്ക്കൊപ്പം തന്നെ വളരുകയും ജഗദമ്മയോടൊപ്പം തന്നെ നിഴലായി നിൽക്കുകയും ചെയ്തൊരു നല്ല കൈലക്ഷ്ണ നല്ല റോളാണ്. അതുപോലെ ബാലചേട്ടൻ, ബാലേന്ദ്രൻ ചുള്ളിക്കാട്, അദ്ദേഹം ചെയ്ത റോളുകളിൽ കുറെ വ്യത്യാസമായിരിക്കും ഈ പടം. അത് ശരി, വളരെ ഡിഫറെന്റ് ആയിരിക്കും. ഈ ഒരു പശ്ചാത്തലം തന്നെ ബാലചേട്ടന് ഡിഫറെന്റ് ആയിരിക്കും. പിന്നെ വി കെ ബൈജു ചെയ്തിട്ടുണ്ട്, മുൻഷി ബൈജുവിന്റെ ഒക്കെ വളരെ നല്ല ആർട്ടിസ്റ്റുകളാണ് അവരൊക്കെ. അതെ അതെ. ബൈജുവിനൊക്കെ എങ്ങനെ മറ്റുള്ള ആരും അത്രയും യൂസ് ചെയ്യാത്ത എന്താന്ന് ഞാൻ വിചാരിക്കും. നല്ല ആർട്ടിസ്റ്റാണ്. അതുപോലെ ശൈലജയും നല്ല ആർട്ടിസ്റ്റാണ്. രശ്മി കുറെ നല്ല എക്സ്പീരിയൻസ് ആയി. അതെ അതെ. ഈ സ്ലാങ്ങും പറയണമല്ലോ, എല്ലാവരും ഒരേ സ്ലാങ് സംസാരിക്കണ്ടേ. അപ്പൊ അതൊരു വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക്. ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ടല്ലോ, ഇപ്പൊ തമിഴിലായാലും മലയാളത്തിലായാലും. ചെയ്ത സിനിമകളിൽ ഇപ്പം ഏറ്റവും ഇഷ്ടം തോന്നിയിട്ടുള്ളൊരു കഥാപാത്രം ഏതാ? അങ്ങനെ ഒരെണ്ണമെന്ന് പറയാനില്ല സനത. അതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. കാരണം ഓരോ പ്രായത്തിൽ നമുക്ക് ഓരോ ഇഷ്ടങ്ങളാണ്. നമ്മുടെ ടേസ്റ്റും അഭിരുചികൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. 18 വയസ്സിൽ ഇഷ്ടം ഉണ്ടായിരുന്ന റോൾ ചിലപ്പോൾ എനിക്ക് ഇപ്പൊ ഇഷ്ടം ഉണ്ടാവില്ലായിരിക്കും. അപ്പൊ ഇതിങ്ങനെ മാറി മാറി വരും. അപ്പോൾ ഇപ്പം നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ചില വേഷങ്ങൾ എന്ന് പറഞ്ഞാൽ അന്ന് ഞാൻ ചെയ്തിരുന്ന വേഷങ്ങൾ ഇന്നായിരുന്നെങ്കിൽ കുറെ കൂടെ ബെറ്റർ ആയിട്ട് ചെയ്യായിരുന്നു. അന്ന് കാരണം ഇത്രയൊന്നും അറിയത്തില്ലായിരുന്നു. പക്ഷെ അന്ന് ചെയ്തതാണ് അതിന്റെ ആ പ്രായത്തിന്റെ കറക്റ്റ് എന്നുള്ളതാണ് സത്യം. ഇപ്പൊ നമ്മുടെ ടേസ്റ്റ് മാറി വരും. പക്ഷെ ചില സിനിമകളോട് പേഴ്സണലി ഒരു അടുപ്പം തോന്നും. ഇപ്പൊ അച്യുവിൻ്റെ അമ്മയോടൊക്കെ ഒരു എന്താ പറഞ്ഞാൽ ആ ഒരു സത്യന്റെ സിനിമകളോടുള്ള വളരെ ഒരു യാഥാർത്ഥ്യത്തോട് അടുത്ത് നിൽക്കുന്ന ചില സംഗതികളൊക്കെ ഉണ്ട്. അങ്ങനെ ചില സിനിമകൾ നമ്മുടെ മനസ്സിനെ അല്ലാതെ, അതുപോലെ ഉള്ളൊഴുക്ക്, വളരെ അപൂർവമായിട്ട് കിട്ടുന്ന ചില സ്ക്രിപ്റ്റുകളോടുള്ള താല്പര്യമാണ്. നമുക്ക് ഇഷ്ടമുള്ള ഒരുപാട് സിനിമകളുണ്ട്. നമുക്ക് ഉള്ളൊഴുക്ക് കണ്ട് ഇറങ്ങിയപ്പോ തന്നെ തോന്നിയിരുന്നു ഇതില് ഉർവശിക്ക് ഒരു അവാർഡ് തീർച്ചയായിട്ടും കിട്ടും എന്നുള്ളത്. അതൊരു പുതിയ ഗ്രൂപ്പായിരുന്നല്ലോ, അതായത് പഴയ ആളുകളായിരുന്നില്ല, എല്ലാവരും പുതിയ ആളുകളായിരുന്നു. അവരുടെ കൂടെയുള്ള ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ലൈറ്റ് ഓഫീസേഴ്സ് ഒക്കെ എനിക്ക് വർഷങ്ങളായിട്ട് അറിയാവുന്നവരാണ്. പിന്നെ ബാക്കി പലരും വർക്ക് ചെയ്യുന്ന ആർട്ടിസ്റ്റുകളും ഒക്കെ. പിന്നെ ഒരു ഡയറക്ടറുടെ കോൺഫിഡൻസ് തന്നെയാണ് ആ സിനിമ. ഒരു എഴുത്തുകാരന്റെയും ഒരു ഡയറക്ടറുടെയും ആത്മവിശ്വാസമാണ് ആ സിനിമ. ഞാൻ കേട്ടിട്ടുണ്ട് ശബ്ദം കൊടുക്കുമ്പം റെക്കോർഡിംഗ് സ്റ്റുഡിയോയിലും അഭിനയിക്കണം എന്നുള്ളത്. എങ്ങനെയാണ്, ഏത് തരം കഥാപാത്രങ്ങൾ ചെയ്യുമ്പോഴാണ് ഏറ്റവും ടഫായിട്ട് തോന്നിയിട്ടുള്ളത്? ഇല്ല, എല്ലാം നമ്മൾ ഹ്യൂമർ ഡബ് ചെയ്യുമ്പോൾ ചെറിയ ചെറിയ അത്തരം ക്യാരക്ടേഴ്സിന്റെ ഡബിങ് ആണ് ബുദ്ധിമുട്ട്. കാരണം ഈ ചെറിയ ചെറിയ തുമ്മലും മൂളലും ഈ അനക്കവും എല്ലാം നമ്മൾ ഡബ് ചെയ്യേണ്ടി വരും. സൈലന്റ് ക്യാരക്ടേഴ്സിനും വളരെ ഗൗരവമുള്ള ക്യാരക്ടേഴ്സിനും അത് കുറവാണ്. കാരണം നിശബ്ദമായ നോട്ടങ്ങളും കാര്യങ്ങളും ഒക്കെ മതി. അങ്ങനെയുള്ള ഞാൻ ചെയ്യുന്ന തരത്തിലുള്ള ബഹള സിനിമകൾക്കാണ് ഡബ് ചെയ്യാൻ കുറച്ച്
പ്രയാസം കൂടുതൽ. 40 വർഷത്തിലേറെയായി ദക്ഷിണേന്ത്യൻ സിനിമകളിൽ നായകന്മാർക്കൊപ്പം തന്നെ നായികയായി തിളങ്ങി നിൽക്കുകയാണ്. സിനിമയിൽ സ്ത്രീകൾ എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളതാണ്. നമുക്ക് അന്ന് ഉണ്ടായിരുന്ന റൈറ്റേഴ്സ് എന്ന് പറയുന്നത് ഫീമെയിൽ ക്യാരക്ടേഴ്സ് കൂടുതലുണ്ട്. കാരണം എങ്ങനെയൊക്കെ പോയാലും നായകൻ ആക്ഷൻ ഓറിയൻ്റ്, അല്പം അമ്മയ്ക്ക് വേണ്ടി പിന്നെ ഫൈറ്റ് ചെയ്യുന്ന നായകൻ, അമ്മയെ വില്ലൻ കടത്തിക്കൊണ്ടു പോകും. അപ്പോൾ അമ്മയെ പോയി രക്ഷിച്ചുകൊണ്ട് വരാൻ നായകൻ പോകുന്നു. അത്തരം കഥകളൊക്കെ നമ്മൾ ഒരുപാട് അല്ലെങ്കിൽ നായികയെ കടത്തിക്കൊണ്ടു പോകുന്നു, അവിടുന്ന് കൊണ്ടുവരാൻ വേണ്ടി ഫൈറ്റ് ചെയ്യുന്നു. അപ്പം എപ്പോഴും ഒരു ഫീമെയിൽ ക്യാരക്ടേഴ്സിന് വേണ്ടി നിൽക്കുന്ന നായകനും അങ്ങനെയൊക്കെ ഉണ്ട്. കുടുംബത്തിലെ സ്ത്രീകളെ എന്തെങ്കിലും പറയുമോ, അല്ലെങ്കിൽ നായികയെ ശല്യം ചെയ്യുന്ന ആളിന് അവനായിരിക്കും വില്ലൻ. ഇങ്ങനെയൊക്കെയാണ് വട്ടം ചുറ്റിയ കഥകളുണ്ടായിരുന്നത്. അത് മാറി, അതങ്ങോട്ട് മാറിയിട്ട് പലപ്പോഴും നായകന് അമ്മയോ സഹോദരങ്ങളോ ഉണ്ടോ എന്നുള്ള പോലും റിവീൽ ചെയ്യാത്ത കഥകളിലേക്കായി. പലപ്പോഴും അങ്ങനെ ആയിട്ടുണ്ട്. പക്ഷെ ഫീമെയിൽ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് വളരെ സ്ത്രീക്ക് പൊതുവേ ഉള്ള സ്ത്രീകളുടെ സമൂഹത്തിലെ മാറ്റം തന്നെ സിനിമകളിലൂടെയും വന്നു തുടങ്ങി. വെട്ടിത്തുറന്ന് പറയുന്ന കഥാപാത്രങ്ങൾ, അല്ലാതെ നമ്മൾ വാതിലിൻ്റെ മറവിച്ച് ആരും നിൽക്കുന്ന സ്ത്രീ കഥാപാത്രങ്ങളെ ഇന്ന് കാണാനില്ല. ഞാൻ എൻ്റെ അനിയൻ്റെ കൂടെ പഠിച്ച ഒരു വീട്ടിൽ ഞാൻ പോയി. എൻ്റെ മോനെ ട്യൂഷന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞാനവിടെ പോയി. അപ്പം പ്രായമുള്ള മനുഷ്യനാണ് അദ്ദേഹം, ഹിന്ദി പണ്ഡിറ്റാണ്. ആ വീട്ടിൽ താമസിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പോയപ്പോഴാണ് അറിഞ്ഞത് അദ്ദേഹത്തിൻ്റെ മകൻ എൻ്റെ ഇളയ അനിയൻ്റെ കൂടെ പഠിച്ചതാണെന്ന് ഞാൻ അറിയുന്നു. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് അദ്ദേഹം അടുക്കളയിൽ നോക്കി ആരെയോ വിളിച്ചപ്പം വാതിൽ പകുതി മറഞ്ഞൊരു ബ്രാഹ്മണ പെൺകുട്ടി. എന്നാ അപ്പാ എന്ന് ചോദിച്ചു. എന്നെ മാമാന്ന് വിളിച്ച് ചോദിച്ചു. അതിനിപ്പോൾ ഒരു കോഫി കൊടു എന്ന് പറഞ്ഞു. കാപ്പി എടുത്തുകൊണ്ട് അപ്പോഴേ പോയി വീണ്ടും വാതിലിൻ്റെ അവിടെ നിന്ന് പറഞ്ഞു. അപ്പം എനിക്ക് പോലും അത്ഭുതമായി, അങ്ങനെയുള്ള സ്ത്രീകളുണ്ടോ? അപ്പോൾ അദ്ദേഹം ഉന്നത ഉദ്യോഗസ്ഥനായിരുന്നു. അപ്പം അദ്ദേഹം ഇരിക്കുന്നിടത്തോട്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യയോ അദ്ദേഹത്തിൻ്റെ മരുമകളോ ഒന്നും വന്നിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ പോലും അത്യപൂർവമായിരിക്കുന്നു നമുക്ക് സമൂഹത്തിൽ തന്നെ. അത് സിനിമയിലും കാണുന്നുണ്ട്. പക്ഷേ ഫീമെയിൽ ക്യാരക്ടേഴ്സിന് വേണ്ടി മെനക്കെടുന്ന റൈറ്റേഴ്സ് കുറഞ്ഞു വരുന്നുണ്ട് എന്ന് തന്നെ തോന്നുന്നുണ്ട് എനിക്ക്. ഒരു ഫീമെയിൽ ക്യാരക്ടറിനെ വളരെ വ്യത്യസ്തതയുള്ള ഒരു ക്യാരക്ടർ ഉണ്ടാക്കണം എന്ന് ചിന്തിച്ച ഒരു ശ്രീനേട്ടനെ പോലെയോ സത്യേട്ടനെ പോലെയോ, അല്ലെങ്കിൽ തമിഴിൽ കെ ഭാഗ്യരാജ്, ബാലചന്ദർ, അങ്ങനെയുള്ള ഭാഗ്യരാജ് സാറും എല്ലാം ഫീമെയിൽ ഓറിയന്റഡ് പടങ്ങൾ കൂടുതൽ ചെയ്തിട്ടുണ്ട്. അത്തരം ആൾക്കാർ കുറഞ്ഞു വരുന്നു എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഒരുപാട് അങ്ങനെ പ്രാധാന്യമുള്ള ഒരു കഥാപാത്രങ്ങൾ കിട്ടിയിരുന്ന കഥകൾ ലഭിച്ചു എന്നുള്ളതാണ് എനിക്ക്. തീർച്ചയായിട്ടും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫീമെയിൽ ക്യാരക്ടറിനെ ഇങ്ങനെ ഒരു ക്യാരക്ടർ ആവണം എന്ന് പറഞ്ഞ് മെനക്കെട്ട്, അല്ലാതെ ഒരു നായകനുണ്ടായി നായികയുടെ ക്യാരക്ടർ ഇങ്ങനെ ആയിക്കോട്ടെ അങ്ങനെ വിചാരിച്ചിട്ടില്ല. നായികയുടെ ക്യാരക്ടറിനും ഇമ്പോർട്ടൻസ് കൊടുത്തുള്ള ക്യാരക്ടേഴ്സ് കിട്ടി. ഉർവശിക്ക് വേണ്ടി കഥകൾ എഴുതുന്ന ഒരു സാഹചര്യം ഉണ്ടായി അല്ലേ? തീർച്ചയായിട്ടും അതൊരു വലിയൊരു ഭാഗ്യം തന്നെയാണ്. അതേപോലെ തന്നെ ഇപ്പം സ്ത്രീകളുടെ ഒരു കാര്യം എടുത്താൽ സിനിമയുടെ അന്ന് അഭിനയത്തിന് അപ്പുറത്തേക്കും മറ്റു മേഖലകളിൽ സ്ത്രീകൾ ഉണ്ടായിരുന്നില്ല. ഇന്നിപ്പം മാറി വരുന്നുണ്ട് കുറച്ചൊക്കെ. അതായത് സാങ്കേതിക രംഗത്തേക്കും ഇപ്പൊ സംവിധാനത്തിലായാലും എഴുത്തിലായാലും സംഗീത സംവിധാനത്തിലായാലും അങ്ങനെ ക്യാമറയിലായാലും എഡിറ്റിങ്ങിലായാലും ഒക്കെ സ്ത്രീകൾ വളരെ അധികം നല്ല എന്നാലും മാറി വരുന്ന ഒരു കാര്യം. മലയാളത്തിൽ താരതമ്യേന കുറവാണെങ്കിലും മറ്റു ഭാഷകളിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. അത് കുറെ നാളായി. അത് ശരി. സംവിധാനം ചെയ്യുന്നത്, ക്യാമറ ചെയ്യുന്നത്, അങ്ങനെയൊക്കെ ഒരുപാട് പേര് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ബോളിവുഡിൽ ഇനിയും കൂടുതലാണ്. അതെ, തെലുങ്കിലും വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പം ആർട്ട് ഡയറക്ടറായിട്ട് പെൺകുട്ടി വർക്ക് ചെയ്യുന്ന പടത്തിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഒരുപാട് ഫീമെയിൽ ഡയറക്ടേഴ്സിന്റെ ഫസ്റ്റ് ഫിലിമിന്റെ ആളാവാൻ സാധിച്ചിട്ടുണ്ട്. അഞ്ജലി മേനോനായാലും പിന്നെ നമ്മുടെ സുധാ കുങ്കരത്തിന്റെ. അപ്പൊ അങ്ങനെ കുറെ ഡയറക്ടേഴ്സ്, മലർന്ന് പറഞ്ഞൊരു ഡയറക്ടറുടെ ഫിലിമിൽ ഞാൻ അഭിനയിച്ചു. ശ്രീരാമ ഡയറക്ട് ചെയ്ത സിനിമ, ശ്രീപ്രിയ ഡയറക്ട് ചെയ്ത സിനിമയിൽ ഞാൻ അഭിനയിച്ചു. അത് അപ്പോഴേ അഭിനയിച്ചു. നടി ശ്രീപ്രിയ ഒരു പടം, തമിഴിലെ വലിയ ശ്രീദേവി പോലെ വലിയ സ്റ്റാർ ആയിരുന്നു. അപ്പം അവരൊരു ഫിലിം ഡയറക്ട് ചെയ്തു, അതില് ഞാൻ അഭിനയിച്ചു. അങ്ങനെ സ്ത്രീ സംവിധായകരുടെ കുറെ സിനിമകളിൽ അഭിനയിക്കാൻ പറ്റി എനിക്ക്. മലയാളത്തില് പുറമെ തമിഴിലും തെലുങ്കിലും കന്നഡയിലും ഒക്കെ അഭിനയിക്കുന്നുണ്ടല്ലോ. അപ്പം അവിടെയും ഇവിടെയും സ്ത്രീകളുടെ ഈ ഒരു തൊഴിൽ രംഗം എന്നുള്ള രീതിയിൽ സ്ത്രീകളുടെ ഒരു അവസ്ഥയെ എങ്ങനെ നോക്കിക്കാണുന്നു? നമ്മുടെ ഇവിടെ കുറച്ചുകൂടി ലേറ്റായിട്ടാണ് സ്ത്രീകളെ കുറച്ച് ഈ സിനിമയ്ക്കകത്ത്, സിനിമയുടെ കാര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ലേറ്റായിട്ടാണ് കുറച്ച് എൻട്രി ആയതൊക്കെ. ഇപ്പം നല്ല സജീവമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്.
പക്ഷെ ഈ പറയുന്നത് പോലെ ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള പല വാർത്തകൾ ഇങ്ങനെ അവിടെയും ഒക്കെ പലരും ഇങ്ങനെ കേൾക്കുമ്പം ഈ പരാതികളും കാര്യങ്ങളും ഒക്കെ കൂടുതൽ ഉന്നയിക്കപ്പെടുന്നു. അങ്ങനെയൊക്കെ വരുന്നെന്ന് പറയുമ്പോൾ ഈ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സായിട്ട് സ്ത്രീകളെ നിർത്താൻ പോലും ചില ഡയറക്ടേഴ്സ് പറയുന്നത് വേണോ എന്ന് ചോദിക്കുന്ന രീതിയായി തുടങ്ങി. ഞാൻ പറയും, നിങ്ങൾ തുടങ്ങിയിട്ട് പോലും ഇപ്പോഴല്ലേ അവരെയൊക്കെ ഉൾപ്പെടുത്തി തുടങ്ങിയത്. അപ്പൊ എന്തെങ്കിലും ഒരു ഭാഗത്ത് നമ്മുടെ യൂണിറ്റിൽ പ്രശ്നമാവുമോ? ഒരു പെൺകുട്ടിയെ നിർത്തി എന്തെങ്കിലും പറഞ്ഞാൽ ഇനി അത് പോയി പരാതിപ്പെട്ട് എന്തെങ്കിലും ഷൂട്ടിങ്ങിന് തടസ്സമാവുമോ എന്നുള്ള ഒരു രീതിയിൽ ചിന്തിക്കാൻ തുടങ്ങി. മറ്റു ഭാഷകളിൽ അതില്ല കേട്ടോ. ഇവിടെ അങ്ങനെ ചിന്തിച്ചു തുടങ്ങി. ഡയറക്ഷൻ ഡിപ്പാർട്ട്മെന്റിലൊക്കെ വരുന്നവർക്ക് ഒരു പടം ഡയറക്റ്റ് ചെയ്യുക എന്ന് പറയുന്നതിനകത്തുള്ള ഈ പ്രൊഡ്യൂസറെ കിട്ടാനുള്ള ബുദ്ധിമുട്ട്. അപ്പം പ്രൊഡ്യൂസേഴ്സിനും വിശ്വാസം വരണം. അതെ, ഒരുപാട് സ്റ്റോറീസും കാര്യങ്ങളും കുറെ പെൺകുട്ടികളുടെ കയ്യിലുണ്ട്. ഇതിൽ പലതും ഞാനും കേൾക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് അത് ഒരു ടീമുണ്ടായി, ഒരു ടീമിനെ പോലും അവരുണ്ടാക്കി എടുക്കുന്നുണ്ട് പലരും. പക്ഷെ അവരെ വിശ്വസിച്ച് ആ പടം കൊടുക്കാൻ തയ്യാറാകുന്ന ഒരു നിർമ്മാതാവ് വേണ്ടേ? അവിടെയാണ് കാര്യം. ഏത് ഡയറക്ടർ ഉണ്ടായാലും ഏത് ആർട്ടിസ്റ്റ് ഉണ്ടായാലും നല്ലൊരു നിർമ്മാതാവ് ഉണ്ടെങ്കിലല്ലേ പടം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം സ്റ്റക്കായി നിൽക്കുന്നത് അവിടാണ്. വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം ഞാൻ ഇത്രയൊന്നും ഞാൻ പ്രതീക്ഷിച്ചതല്ലല്ലോ. അപ്പൊ തീർച്ചയായിട്ടും വരും. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന ശേഷം ICC നിർബന്ധമാക്കിയിരിക്കുകയാണല്ലോ സിനിമ സെറ്റുകളിൽ. അന്നത്തെ കാലത്ത് പരാതി പറയാൻ ഒരു ഇടം ഉണ്ടായിരുന്നില്ല. ഇന്നിപ്പോ അത് മാറി ഇങ്ങനൊരു സാഹചര്യത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. അല്ല, നല്ല കാര്യങ്ങളാണ്. അങ്ങനെ നല്ല കാര്യങ്ങൾ തന്നെയാണ്. കാരണം നമ്മളിപ്പോൾ ഞങ്ങൾ വർക്ക് ചെയ്തിരുന്ന സമയത്ത് ഒരു മധ്യസ്ഥത എന്ന് പറയുന്നത് സീനിയർ ആർട്ടിസ്റ്റുകൾ ചെയ്തിരുന്നു. സീനിയർ ആർട്ടിസ്റ്റുകൾ അവർ ഹാൻഡിൽ ചെയ്യും. ഒരു പ്രത്യേക ഒരു അപ്രോച്ച് ഉണ്ടായി ആരെന്നെങ്കിലും നമുക്ക് അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാവുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഒരു സമീപനം ഉണ്ടായെങ്കിൽ നമ്മൾ പോയി പറയുന്ന അവരോടാണ്. അപ്പം അവരത് ഞാൻ ചോദിക്കാം, അതെന്താ അങ്ങനെ പെരുമാറിയെന്ന് ഞാൻ ചോദിക്കാമെന്ന് പറഞ്ഞാൽ തീർന്നു ആ കാര്യം. പിന്നെ അതിൻ്റെ പേരിൽ വലിയ പരിഭവോ പിണക്കങ്ങളോ അങ്ങനെയൊന്നും വന്നിട്ടില്ല. പക്ഷെ ഇപ്പം അതിൻ്റെ ആവശ്യം ഉണ്ട് എന്നൊരു ഘട്ടത്തിലാണല്ലോ ഇതെല്ലാം സംഭവിക്കുന്നത്. നല്ലത് തന്നെയാണ്. കൂടുതൽ ജാഗ്രത പാലിക്കുന്നത് കൊണ്ട് നല്ലതല്ലേ ഉള്ളൂ. ഇപ്പം എല്ലാ സെറ്റുകളിലും അത് നിർബന്ധമായും കൊണ്ടുവരുന്നുണ്ടോ? അതെ. ഞാനുള്ള എല്ലാ സെറ്റുകളിലും അത് അക്കാര്യത്തിൽ ഈ നേരത്തെ സീനിയർ ആർട്ടിസ്റ്റ് എന്നേക്കാൾ സീനിയർ ഉള്ളവരാണെങ്കിൽ അവർ നോക്കുമായിരുന്നു. ഇപ്പോൾ തീർച്ചയായിട്ടും ഞാൻ തന്നെയാണ് നോക്കുന്നത്. ഇപ്പം പ്രതിഫലത്തിന്റെ കാര്യത്തിലായാലും സൗകര്യങ്ങളെ കാര്യത്തിലായാലും ഒരു വലിയ വിവേചനം സ്ത്രീകൾക്ക് നിൽക്കുന്നുണ്ട്. അന്നും ഇന്നും ഉള്ളൊരു സാഹചര്യം എങ്ങനെയെന്ന് പറയാമോ? ഇല്ല, ഒരു ഫീമെയിൽ ഓറിയന്റഡ് സിനിമ എടുക്കുന്നു, അത്തരം സിനിമകൾ വിജയിക്കുന്നു എന്ന് പറയുമ്പോൾ അതിനകത്തുള്ള നായികയ്ക്ക് തീർച്ചയായിട്ടും ആ നായികയുടെ പേരിലാണ് ആ സിനിമ ബിസിനസ് ആവുന്നെങ്കിൽ അവർക്ക് നല്ല പ്രതിഫലം കൊടുക്കേണ്ടതാണ്. അറിയാം, ഇതെല്ലാം ബിസിനസിന്റെ ഭാഗമാണല്ലോ. അത്രയും തന്നെ പ്രാധാന്യമില്ലാത്ത മറ്റൊരു നടനാണ് ആ സിനിമ ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും അയാൾക്ക് ഇതിനേക്കാൾ കൂടുതൽ പ്രതിഫലം കൊടുക്കുകയും ചെയ്യും. അതൊരു വിവേചനമായിട്ട് തന്നെ തോന്നിയിട്ടുണ്ട്. പക്ഷെ മൊത്തത്തിൽ സിനിമ എന്ന് പറയുന്നത് ലോകമുണ്ടായ കാലം മുതൽ പുരുഷന്റെ ചുമലിലാണ്. കൂടുതൽ ഗ്ലാമറസ് റോൾസ് ചെയ്യുന്ന നടികൾക്കാണ് പ്രതിഫലം കൂടുതൽ എന്നൊരു അവസ്ഥയിലേക്ക് ആണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. പെർഫോമൻസ് സ്കോപ്പുള്ള നടികൾക്കല്ല. കൂടുതൽ ഗ്ലാമറസ് ആയിട്ട് വരുന്നവർക്ക് അതിന് ഓഡിയൻസ് ഉണ്ട് എന്നുള്ളതാണ് സിനിമയിൽ നിന്നും സിനിമയുടെ ചെയ്യുന്നവർ കണ്ടെത്തിയിരിക്കുന്ന ഒരു സംഗതി. അപ്പോൾ പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിലോ എക്സ്പീരിയൻസിന്റെ അടിസ്ഥാനത്തിലോ അങ്ങനെ ഒരു പ്രതിഫലം നിശ്ചയിക്കാൻ ഇവിടുത്തെ സാധാരണ ഞങ്ങളുടെ സംഘടനകൾക്ക് കഴിയില്ല. ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ഒരു ആർട്ടിസ്റ്റ്, അപ്പോൾ അവർക്ക് ഇതാണ് പേയ്മെന്റ്, ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ഒരു നടൻ അവർക്ക് ഇത്രയേ ഉള്ളൂ, അങ്ങനെയൊന്നും തീരുമാനിച്ചിട്ടില്ല. അതാത് കാലഘട്ടങ്ങളിൽ ആരെ വെച്ച് പടം ചെയ്താൽ മാർക്കറ്റ് ഉണ്ട്, അവർക്ക് കുഴപ്പമില്ലെന്ന് തോന്നുന്നു, അവരെ വെച്ച് പടം ചെയ്യുന്നു എന്നുള്ളതല്ലാതെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യ പ്രതിഫലം എന്ന് പറയുന്ന ഒരു സമ്പ്രദായം ഒരു സിനിമയിലും വന്നിട്ടില്ല. അല്ല, അർഹിക്കുന്ന പ്രതിഫലം കിട്ടിയിരുന്നോ എന്നുള്ളതാ. തുല്യത ഒരിക്കലും നടക്കില്ല. കാരണം ഈ പറഞ്ഞ പോലെ അർഹിക്കുന്നത് പോലും നടികൾക്ക് കുറവ് തന്നെയാണ്, കുറച്ച് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. അത് അങ്ങനെ തന്നെ പറയേണ്ടി വരും. അത്തരം കാര്യങ്ങളോട് അന്നത്തെ കാലത്ത് ഇല്ല, ഒരിക്കലും ഇല്ല. പ്രതികരിച്ചില്ലെന്ന് മാത്രമല്ല, എനിക്ക് മാത്രമല്ലല്ലോ, എന്നെക്കാൾ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അത്രയും പോലും കിട്ടിയിട്ടില്ല. നമ്മളതല്ലേ നോക്കുന്നത്. അപ്പൊ നമ്മളൊരാളോട് പറയുമ്പോൾ അവര് പറയുന്നത് അത്രയെങ്കിലും ഉറവശി നിങ്ങൾക്ക് കിട്ടിയല്ലോ. അപ്പോ നമ്മൾ അങ്ങനെ താരതമ്യം ചെയ്യുമല്ലോ. എന്നാണ് മലയാള സിനിമയ്ക്ക് അങ്ങനെ ഒരു വലിയ മാറ്റം വരിക എന്നുള്ളതാണ്. വരുമായിരിക്കും, തീർച്ചയായിട്ടും മാറണമല്ലോ, തീർച്ചയായിട്ടും. ഇപ്പൊ ഇത്രയും വരെയുള്ള മാറ്റങ്ങൾ പോലും ഞാൻ സിനിമയിൽ എൻ്റർ ആകുമ്പോൾ ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ലല്ലോ.
ഒരിക്കലും ഇല്ല. അന്ന് ഇങ്ങനെയുള്ള ഒരു മീഡിയാസ് ഒന്നുമില്ല. നമ്മളെക്കുറിച്ച് തുറന്ന് നമ്മുടെ കാര്യങ്ങൾ, മനസ്സുള്ള കാര്യങ്ങൾ തുറന്നു പറയാൻ ഒരു വേദിയില്ല, ഒരു സദസ്സില്ല. ഇവിടെ പോയി പറയും, സ്വന്തം കുടുംബത്തിൽ പറഞ്ഞാലും പുറത്താരോടും പറയണ്ടെന്നേ പറയും. എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ അയ്യോ ആരോടും പറയണ്ട, നാണക്കേട്, വെളിയിൽ അറിയണ്ട എന്നേ പറയും. അപ്പം ഇത് പുറത്തറിഞ്ഞാലും നാണക്കേട് നമുക്ക്, ഇത് സഹിക്കേണ്ടതും നമ്മൾ തന്നെ. അങ്ങനെയൊക്കെയുള്ള ഒരു കാലഘട്ടത്തിൽ നിന്ന് മാറിപ്പോ ഇവിടം വരെ എത്തിയില്ലേ? മാറും, തീർച്ചയായിട്ടും മാറും. സിനിമാ മേഖലയിൽ വലിയൊരു ചർച്ചയാണ് ഈ മയക്കുമരുന്നിന്റെ ഉപയോഗവും അത് ഉപയോഗിച്ച് വന്ന് സ്ത്രീകളെ നല്ല പൊതുവെ സെറ്റിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നുള്ളത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ എന്ത് ലഹരി ഉപയോഗിച്ചായാലും ഉപയോഗിച്ചല്ലെങ്കിലും മറ്റുള്ളവരെ ഹറാസ് ചെയ്യുക, ഉപദ്രവിക്കുക എന്നൊക്കെ പറയുന്നത് മോശം തന്നെയാണ്, ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യം തന്നെയാണ് ഏതവസ്ഥയിലായാലും. പിന്നെ ഞാൻ നേരിട്ട് അങ്ങനെ ആരെയും കണ്ടിട്ടില്ല, എനിക്ക് വസ്തുതകൾ അറിയില്ല. പക്ഷെ സത്യസന്ധമായിട്ട് പല പെൺകുട്ടികൾ തുറന്ന് പറയുന്നുണ്ടല്ലോ, ഇന്ന സ്ഥലത്ത് വെച്ച് ഇങ്ങനെ പെരുമാറി എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പൊ അവർക്ക് പരാതിപ്പെടാൻ ഉള്ള അവസരങ്ങളുണ്ടല്ലോ എന്നുള്ളതാണ് ആദ്യത്തെ സന്തോഷം. പരാതിപ്പെടാൻ പറ്റുന്നുണ്ട്, ഉടനെ തന്നെ പരാതിപ്പെടാൻ പറ്റുന്നുണ്ട്. ഇവിടുത്തെ നിയമം വളരെ പെട്ടെന്ന് അവരെ അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ആ ഒരു അവസ്ഥയെ നമ്മൾ വളരെ എന്താ പറയുന്നത്, നല്ല രീതിയിൽ കാണണം. ഇപ്പൊ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പറയുന്നുണ്ട് മലയാള സിനിമാ വ്യവസായം ലാഭകരമല്ലാന്ന്, വെറും PR തള്ളുകൾ മാത്രമാണ് ഇത്രയും വിജയിച്ചു അല്ലെങ്കിൽ ഇത്രയും ലാഭം കിട്ടി എന്ന് പറയുന്നത്. ഒരു പ്രൊഡ്യൂസറും കൂടിയാണല്ലോ. ഒരു ആർട്ടിസ്റ്റായിട്ടായാലും പറയുന്നത് നല്ല നിർമ്മാതാക്കൾ നിലനിന്നെങ്കിൽ നല്ല സിനിമകൾ ഉണ്ടാവുള്ളൂ. അതെ, തീർച്ചയായിട്ടും. സിനിമയുടെ ഹീറോയും നട്ടല്ലും എല്ലാം നിർമ്മാതാവ് തന്നെയാണ് ആദ്യം. എത്ര കഴിവുള്ളവരുണ്ടായാലും പടം എടുക്കാൻ ആളില്ലെങ്കിൽ എവിടെ പോയി ചെലവാക്കി ഇതൊക്കെ അല്ലേ? അപ്പൊ പ്രൊഡ്യൂസേഴ്സ് തന്നെയാണ് സിനിമയുടെ പ്രധാനപ്പെട്ട. അവര് അതിനെപ്പറ്റി അറിവുള്ളവരാണ് ഇത് പറയുന്നതെങ്കിൽ അത് തീർച്ചയായിട്ടും മുഖവിലയ്ക്ക് എടുക്കണം. താരതമ്യേന ഒരു ഇടത്തരം ബഡ്ജറ്റുള്ള സിനിമകൾ നിലനിന്നെങ്കിൽ മാത്രമേ ഒരു വ്യവസായം നിലനിൽക്കത്തുള്ളൂ. അല്ലാതെ പോയി ഏറ്റവും ടോപ്പ് സ്റ്റാർസിനെ വെച്ച് ചെയ്യുന്ന പടങ്ങൾ മാത്രം വിജയിച്ചുകൊണ്ട് ഇൻഡസ്ട്രി നിലനിൽക്കണമെന്നില്ല. ഇൻഡസ്ട്രി നിലനിൽക്കാൻ ആവറേജ് ആയിട്ടുള്ള സിനിമകൾ, പുതുമുകളെ വെച്ച് ചെയ്യുന്ന സിനിമകൾ, ഇതൊക്കെ വലിയ രീതിയിൽ വിജയിക്കണം. അപ്പോഴേ സിനിമയ്ക്ക് ഡിമാൻഡ് ഉണ്ടാവുള്ളൂ. അല്ലാതെ നടനും നടിയും മാത്രമാണ് ഡിമാൻഡ് ഉണ്ടായിട്ട് ഒരു ഇൻഡസ്ട്രിക്ക് കാര്യമില്ല. ആര് വർക്ക് ചെയ്താലും ഉൽപ്പന്നം നല്ലതാണോ ഞങ്ങൾ വാങ്ങും എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാവണം തീർച്ചയായിട്ടും. ജഗദമ്മയുടെ റിലീസാണല്ലോ വരാൻ പോകുന്നത്, എങ്ങനെ നോക്കിക്കാണുന്നു ഈ ഒരു? ഞങ്ങളൊരു ചെറിയ പടം ചെയ്തു, ആദ്യത്തെ ഒരു സംരംഭം. തീർച്ചയായിട്ടും പ്രേക്ഷകരെ സ്വീകരിക്കണമെന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നതും പ്രതീക്ഷിക്കുന്നതും. എന്തായാലും ഒരു മോശം സിനിമ എന്ന് പറയുന്ന മുഖം ചുളിക്കുന്ന സിനിമയാവില്ല എന്ന് മാത്രം പറയാൻ പറ്റും.